കേരളവും സൈബർ ആക്രമണത്തിന്റെ ഭീതിയിലോ നിഴലിലോ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കുൽഭൂഷൺ ജാദവ് കേസിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വിധി അല്പസമയത്തിനകം. കെട്ടിച്ചമച്ച കേസെന്ന് ഇന്ത്യ, നടന്നത് നിയമപരമല്ലാത്ത വിചാരണയെന്നും വാദം. പാക് വാദത്തിന് തിരിച്ചടി, കുറ്റസമ്മത വീഡിയോ കാണേണ്ടെന്ന് കോടതി. കേരളവും സൈബർ കൊള്ളയുടെ നീരാളിപ്പിടുത്തത്തിൽ. വാണ ക്രൈം സൈബർ ആക്രമണത്തിൽ വയനാട്, പത്തനംതിട്ട, തൃശൂർ, കൊല്ലം ജില്ലകളിലെ പഞ്ചായത്ത് ഓഫീസുകളിലെ കമ്പ്യൂട്ടറുകൾ തകരാറിലായി. മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ഹാക്കർമാർ. സെക്രട്ടേറിയറ്റ് അടക്കമുള്ള പ്രധാന സർക്കാർ ഓഫീസുകൾ സുരക്ഷിതമെന്ന് സർക്കാർ. പഴയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള ATMകൾ അടിയന്തരമായി അടച്ചിടാൻ ബാങ്കുകൾക്ക് RBI നിർദ്ദേശം. കണ്ണൂരിൽ അഫ്സ്പ നടപ്പാക്കാനാവില്ലെന്ന് ഗവർണർക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. BJP വാദം വാസ്തവ വിരുദ്ധമെന്നും സർക്കാർ. കണ്ണൂർ കൊലപാതകം നിയമസഭയിൽ ഉന്നയിച്ചു പ്രതിപക്ഷം. കൊലപാതകത്തെ ന്യായീകരിക്കുന്നില്ലെന്ന് പിണറായി. ഗവർണർക്കെതിരെ പുതിയ ആരോപണങ്ങളുമായി ശോഭാ സുരേന്ദ്രൻ. തള്ളിപ്പറഞ്ഞ് കേന്ദ്ര നേതൃത്വം. നിർഭയ മോഡൽ കൂട്ടബലാത്സംഗം വീണ്ടും ഡൽഹിയിൽ. സിക്കിം സ്വദേശിയായ പെൺകുട്ടിയെ ഓടുന്ന കാറിനുള്ളിൽ പീഡിപ്പിച്ചത് 3 അംഗ സംഘം. പീഡനത്തിന് ശേഷം പെൺകുട്ടിയെ റോഡിൽ വലിച്ചെറിഞ്ഞു. പ്രതികൾക്ക് വേണ്ടി തെരച്ചിൽ ഊർജിതം. മുത്തലാഖ് റദ്ദാക്കിയാൽ പുതിയ നിയമം കൊണ്ടുവരുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. നിയമനിർമ്മാണം ന്യൂനപക്ഷാവകാശ ലംഘനമാകില്ലേ എന്ന് കോടതി. ബഹുഭാര്യാത്വത്തിന്റെ സാധുത പരിശോധിക്കണമെന്ന കേന്ദ്രത്തിന്റെ ആവശ്യം തള്ളി. സൈബർ സുരക്ഷ വൻ അപകടത്തിലോ? സംസ്ഥാന വ്യാപകമായി വാണ ക്രൈം സൈബർ ആക്രമണം. വയനാട്, പത്തനംതിട്ട, തൃശൂർ, കൊല്ലം ജില്ലകളിലെ പഞ്ചായത്ത് ഓഫീസുകളിലെ കമ്പ്യൂട്ടറുകൾ തകരാറിലായി. സെക്രട്ടേറിയറ്റ് അടക്കമുള്ള പ്രധാന സർക്കാർ ഓഫീസുകളിൽ സൈബർ ആക്രമണ ഭീഷണിയില്ലെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. സൈബർ ആക്രമണം ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് മുന്നറിയിപ്പ് നൽകി. വയനാട് ജില്ലയിലെ തരിയോട് പഞ്ചായത്ത് ഓഫീസിലെ 4 കമ്പ്യൂട്ടറുകളാണ് സൈബർ ആക്രമണത്തെ തുടർന്ന് തകരാറിലായത്. രാവിലെ ഓഫീസ് ആരംഭിച്ച് കമ്പ്യൂട്ടറുകൾ തുറന്നപ്പോഴായിരുന്നു തകരാർ വ്യക്തമായത്. തൃശൂർ കുഴൂർ അന്നമ്മനട പഞ്ചായത്ത് ഓഫീസിലും കൊല്ലം തൃക്കോവിൽവട്ടം, പത്തനംതിട്ട അരുവാപ്പുലം പഞ്ചായത്ത് ഓഫീസുകളിലെയും കമ്പ്യൂട്ടറുകളും തകരാറിലായി. ഫയലുകൾ വീണ്ടെടുക്കാൻ $300 സൈബർ ആക്രമണം നടത്തിയവർ ആവശ്യപ്പെടുന്നത്. വനാക്രൈ റാൻസംവെയറിന്റെ മുൻപതിപ്പിലൂടെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും സൈബർ ആക്രമണം നടന്നതായാണ് റിപ്പോർട്ട്. സ്റ്റുഡിയോ, പ്രിന്റിംഗ് പ്രസ്സുകൾ എന്നിവിടങ്ങളിലെ കമ്പ്യൂട്ടറുകളിൽ മാൽവെയർ കടന്നുകൂടിയെന്നാണ് വിവരം. നിരവധി കമ്പ്യൂട്ടർ ഉപയോക്താക്കളുടെ ഫയലുകളാണ് നഷ്ടപ്പെട്ടത്. ജിമെയിൽ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ ഫയലുകളും എൻക്രിപ്റ്റഡ് ആയി പോകുന്ന ഒരു സ്ഥിതിയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ള അന്വേഷണത്തിലാണ് മനസ്സിലായത് ഇത് സൈബർ റാൻസംവെയർ എന്നുള്ളൊരു വൈറസ് ആണ്. 6 മാസം മുമ്പ് സൈബർ സെല്ലിൽ ഇത് സംബന്ധിച്ച പരാതി നൽകിയിരുന്നെങ്കിലും ഡേറ്റകൾ തിരിച്ചുപിടിക്കാൻ സാധിച്ചിട്ടില്ല. സംസ്ഥാനത്ത് ആദ്യമായാണ് വനാക്രൈം സൈബർ ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റ് അടക്കമുള്ള പ്രധാന സർക്കാർ ഓഫീസുകൾ സൈബർ ആക്രമണത്തിൽ നിന്ന് വിമുക്തരാണെന്നാണ് സർക്കാരിന്റെ സാങ്കേതിക വിദഗ്ധർ വിലയിരുത്തുന്നത്. മൈക്രോസോഫ്റ്റിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ കമ്പ്യൂട്ടേഴ്സും വളരെ കേരളത്തിൽ കുറെ പൈറേറ്റഡ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സംഗതികളുണ്ട്. കുറെ പാച്ചസ് നമ്മൾ റെഗുലറായിട്ട് ചെയ്യാറില്ല. ATMs നോക്കി കഴിഞ്ഞാൽ കൂടുതൽ വിൻഡോസ് XP ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ സിസ്റ്റംസ് വളറബിളാണ്. സൈബർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പഴയ സോഫ്റ്റ്വെയറുകളുള്ള ATMകൾ അടച്ചിടണമെന്നാണ് നിർദ്ദേശം. സോഫ്റ്റ്വെയറുകൾ പുതുക്കിയ ശേഷമേ ഇനി ATMകൾ തുറന്നു പ്രവർത്തിപ്പിക്കാവൂ എന്നാണ് അറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. റാൻസംവെയർ ആക്രമണത്തിന് ഇന്ത്യയും ഇരയായതോടെ ബാങ്കുകൾക്ക് RBIയുടെ മുന്നറിയിപ്പ്. പഴയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള എല്ലാ ATMകളും അടിയന്തരമായി അടച്ചിടണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ATMകളിലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ശേഷം മാത്രമേ ഇനി തുറക്കാവൂ എന്നും നിർദ്ദേശമുണ്ട്. രാജ്യത്ത് ഏതാണ്ട് 2.5 ലക്ഷം ATMകൾ സുരക്ഷിതമല്ലാത്ത പഴയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് പ്രവർത്തിക്കുന്നത്. RBIയുടെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇവ മുഴുവനും അടച്ചിടേണ്ടി വരും. അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ സൈബർ ആക്രമണത്തിൽ സാധാരണക്കാരും ഇരയാവുകയാണ്.
അതേസമയം കേരള ഗ്രാമീൺ ബാങ്കിന്റെ ATMകൾ പ്രവർത്തനം നിർത്തിവെച്ചു. സൈബർ ആക്രമണം തടയുന്നതിന്റെ ഭാഗമായാണ് നടപടി. സ്ഥിതി അതീവ ഗുരുതരമാണെന്ന് കേന്ദ്ര സർക്കാരിന്റെ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം കഴിഞ്ഞ ദിവസം വിലയിരുത്തിയിരുന്നു. ഇന്ത്യയിൽ 100 കണക്കിന് കമ്പ്യൂട്ടറുകളെ റാൻസംവെയർ ബാധിച്ചുവെന്നാണ് സൂചന. 150ഓളം രാജ്യങ്ങളിലെ 2 ലക്ഷം കമ്പ്യൂട്ടർ ശൃംഖലകളാണ് ഇതുവരെ വനക്രൈ ആക്രമണത്തിനിരയായത്. കേരളത്തിൽ വയനാട്ടിലെ തരിയോട് പഞ്ചായത്തിലെ 4 കമ്പ്യൂട്ടറുകൾ ആക്രമണത്തിനിരയായിട്ടുണ്ട്. ആകെ 10 കമ്പ്യൂട്ടറുകളാണ് ഇവിടെയുള്ളത്. അതിൽ വിൻഡോ 7 ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള 4 കമ്പ്യൂട്ടറുകളെയാണ് വൈറസ് ബാധിച്ചത്. $300-600 വീതം മോചനദ്രവ്യം വേണമെന്നാണ് ആവശ്യം. ഇല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളിലെ വിവരങ്ങൾ പൂർണ്ണമായും നഷ്ടമാകുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പ്രൈം ഡിബേറ്റിന്റെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധേയനായ സൈബർ സുരക്ഷാ വിദഗ്ധൻ ഡോക്ടർ വിനോദ് ഭട്ടതിരിപ്പാട് കോഴിക്കോട് നിന്നും ചേരുന്നു. ഒപ്പം തന്നെ സൈബർ ഡോമിൽ ഡെപ്യൂട്ടി കമാൻഡന്റായ ശ്രീ വർഗീസ് ഉണ്ട്. അതുപോലെ തന്നെ IT മാധ്യമ പ്രവർത്തകനായ സെയ്ദ് ഷിയാസ് മിർസ എന്നിവരാണ് ചേരുന്നത്. IG മനോജ് എബ്രഹാമിനെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. സൈബർ ഡോമിൻ്റെ ചുമതലയുള്ള IG മനോജ് എബ്രഹാം. ഇവിടെ ശ്രീ വിനോദ് ഭട്ടതിരിപ്പാട്, മാൽവെയർ ടെക്കാണ് നേരത്തെ ശനിയാഴ്ച ഉണ്ടായ ഈ അപകടത്തെ ആദ്യം തിരിച്ചറിഞ്ഞത്. അന്നൊരു മുന്നറിയിപ്പും ഉണ്ടായിരുന്നു. അവധി ദിവസത്തിന് ശേഷം തിങ്കളാഴ്ച വീണ്ടും ഇത്തരമൊരു സൈബർ ആക്രമണം ഉണ്ടാകും. അത് സംഭവിക്കുകയും ചെയ്തു. ഇപ്പോൾ കേരളത്തിലേക്ക് വന്നാൽ ഈ പറഞ്ഞ 3-4 ജില്ലകളിലെ പഞ്ചായത്ത് ഓഫീസുകളിലാണ് ഇത് സംഭവിച്ചത്. ഈ പഞ്ചായത്ത് ഓഫീസുകളിലെ കമ്പ്യൂട്ടറുകളിലാണ് ഈ തകരാറ് സംഭവിച്ചത്. ശനിയാഴ്ച ഉണ്ടായ സംഭവത്തിൽ ബിസിനസ് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ കമ്പ്യൂട്ടറുകളാണ് ഇരകളായി മാറിയത്. ഇത് ശനിയാഴ്ച ഉണ്ടായതിൻ്റെ കൃത്യം തുടർച്ചയായി തന്നെ വിലയിരുത്താവുന്ന തരത്തിലാണോ? താങ്കളുടെ ഒരു പ്രാഥമിക നിഗമനം ആദ്യം. അതെ, ശരിയാണ്. ഇത് അങ്ങനെ തുടർച്ച തന്നെയാണ്. അവർ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു എന്നാണ് ഉദ്ദേശം. പക്ഷേ ഇതൊരു വെള്ളിയാഴ്ച തുടങ്ങിയതോ വ്യാഴാഴ്ച തുടങ്ങി എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പത്രമാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് വരുന്നത്. ഇത് ആക്ച്വലി ഇത്തരം ആക്രമണങ്ങൾ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായിട്ട് ഒരു 6 മാസം 8 മാസം മുമ്പേ കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട്. ഒരു രാജ്യാന്തര തലത്തിൽ, അത് മറ്റ് ചില രാജ്യങ്ങളിൽ ഒരു വർഷം 1.5 വർഷം മുമ്പ് തുടങ്ങിയെന്ന് പറയാമെങ്കിലും കേരളത്തിൽ ഒരു 4-5 മാസം മുമ്പ് ഇത് സംഭവിച്ചിട്ടുണ്ട്. സൗത്ത് കേരളയിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓഫീസിൽ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഇത് ഇങ്ങനെയൊന്ന് അഫക്റ്റഡായി, ഇത്തരം ഒരു വൈറസ് അഫക്റ്റഡായി, അങ്ങനെ ഡാറ്റ മുഴുവൻ എടുക്കാൻ പറ്റാത്ത തരത്തിലായി. ഡാറ്റ നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ വയ്യ. നഷ്ടപ്പെട്ട തരത്തിൽ അത് എടുക്കാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് എത്തി. എന്നിട്ട് അവരത് എന്ത് ചെയ്യണം എന്നറിയാതെ അവർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഇന്ന തരത്തിലായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ അത് നോക്കിയപ്പോൾ ശരിയാണ്. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ തന്നെ വിളിച്ച് പറഞ്ഞ്, ആ സുഹൃത്ത് ഇപ്പോൾ ഈ ചാനലിൽ വർഗീസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ ചാനലിൽ ഡിസ്കഷനുള്ള വർഗീസാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ വർഗീസിനെ വിളിച്ച് പറഞ്ഞ് വർഗീസ് അവിടെ പോയി നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കൃത്യം അതേപോലെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ അന്ന് അത് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഡാറ്റ വേറൊരു നിലയ്ക്ക് ഡാറ്റ റിട്രീവ് ചെയ്ത് കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തി മറ്റൊരു നിലയ്ക്ക്. ഇതൊന്നല്ല, ഇത് തുറക്കാൻ പറ്റിയില്ലെങ്കിലും അവരുടെ ഡാറ്റ മുഴുവൻ ഒരുവിധം രക്ഷപ്പെടുത്തി കൊടുത്ത് എങ്ങനെയോ രക്ഷപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ അന്ന്. അപ്പോൾ ഇത്തരം അറ്റാക്സ് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതും ഇത് ഒരു 4-5 മാസം മുമ്പേ ഇത് പോലീസ് ഓഫീസേഴ്സിനോട് വരെ ഞങ്ങളൊക്കെ പറഞ്ഞതാണ്. പക്ഷേ അന്നൊക്കെ ഒരു സ്ഥലത്ത് മാത്രം അറ്റാക്ക് വന്നു, അതിന് ഒരു വലിയ ഇഷ്യൂ ആക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അത് അങ്ങനെ ഇങ്ങോട്ട് പോയതാണ്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതെങ്ങനെ സംഭവിക്കണമെന്നുള്ളത് അറിഞ്ഞാലേ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഇവിടെ ഡാറ്റ നഷ്ടപ്പെടുകയല്ല ചെയ്യണത്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു ഇമെയിൽ വരികയാണ്. ഇപ്പോഴത്തെ അറ്റാക്ക് ഇങ്ങനെയാണ്, ഒരു ഇമെയിൽ വരികയാണ്, ആ ഇമെയിലിൽ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുകയാണ്. സ്വാഭാവികമായിട്ടും ആ അറ്റാച്ച്മെൻറ്റിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാനുള്ള ഒരു നാച്ചുറൽ ടെൻഡൻസി നമുക്ക് വരും. ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത്തവണ വന്നിട്ടുള്ളത് TASKSCHD, ടാസ്ക് ഷെഡ്യൂൾഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. TASKSCHD എന്നുള്ള ഫയലാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതാണ് വൈറസ്. ആ വൈറസ് അപ്പോഴാണ് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അല്ലാണ്ട് ഇമെയിൽ തുറക്കുമ്പോഴല്ല വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്, ഈ അറ്റാച്ച്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് തുടങ്ങുന്നത്. അങ്ങനെ അറ്റാച്ച്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വൈറസ് വർക്ക് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട്
നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള സി ഡ്രൈവ്, ഡി ഡ്രൈവ്, ഇ ഡ്രൈവ്, എഫ് ഡ്രൈവ്, അങ്ങനെ പല ഡ്രൈവ്സ് ഉണ്ടാവും. ഈ ഡ്രൈവിൽ ഉള്ള ഡേറ്റ മുഴുവൻ എൻക്രിപ്റ്റ് ചെയ്ത് ഇടും. എൻക്രിപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ പോയിട്ട് ഡി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിയിലുള്ള ഫോൾഡേഴ്സ് മുഴുവൻ എഴുതി വരണം. പക്ഷേ അത് എഴുതി വരില്ല. ആ ഫോൾഡേഴ്സ് ഒന്നും കാണില്ല, ഡാറ്റ ഒന്നും കാണില്ല. പകരം നമ്മൾ അറിയാം ഇത്ര രൂപ, ഇത്ര ഡോളർ അല്ലെങ്കിൽ ഇത്ര ബിറ്റ് കോയിൻസ് കൊടുത്താൽ അവർ ഒരു ഫയൽ അയച്ചു തരും. ആ ഫയൽ റൺ ചെയ്താൽ ഈ ഡാറ്റയൊക്കെ പുറത്ത് വരും. അതുവരെ ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്ത് കിടക്കും. ഇനി നിങ്ങൾ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ 7 ദിവസത്തിൻ്റെ ഉള്ളിൽ പണം കൈമാറിയിട്ടില്ലെങ്കിൽ ഡാറ്റ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. ഇതാണ് അറ്റാക്കിൻ്റെ ഒരു നേച്ചർ. അതായത് ഒരു 3, 4, 5, 6 ദിവസം കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഡാറ്റ നഷ്ടപ്പെടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് പണം കൊടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റ രക്ഷപ്പെടുത്തിയെടുക്കാം. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഇത്ര രൂപ തരണം എന്ന് പറഞ്ഞ് 15 ലക്ഷം 2 കോടി തരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുത്താൽ കുട്ടിയെ തിരിച്ചു തരും, അല്ലെങ്കിൽ കുട്ടിയെ കൊല്ലും. ഒരു 7 ദിവസം വരെ കാത്തു വെക്കും, അല്ലെങ്കിൽ 4 ദിവസം വരെ കാത്തു വെക്കും എന്ന് പറയുന്നതിൻ്റെ എക്സാക്ട് ഈക്വലൻ്റ് ആണിത്. സൈബർ കൊള്ളക്കാർ യഥാർത്ഥത്തിൽ അതാണ് ഈ കൂട്ടർ. വർഗീസ്, ഇതിപ്പോൾ ഈ ഹാക്കിങ്ങിൻ്റെ ഒരു നേച്ചർ, സ്വഭാവം, സൈബർ ഡോം, ഇപ്പോൾ സൈബർ ഡോം ഇതേ തുടർന്ന് ഇന്ന് പ്രസ് റിലീസ് ഇറക്കി വേണ്ട മുൻകരുതലുകൾ ഇതെങ്ങനെ സംഭവിക്കുന്നു, എങ്ങനെ മുൻകരുതലെടുക്കാം, എങ്ങനെ അതിനെ പ്രതിരോധിക്കാം എന്നെല്ലാം അതിൽ പറയുന്നുണ്ട്. സൈബർ ഡോം ഇക്കാര്യത്തിൽ വിലയിരുത്തുന്നത് എന്താണ്? പണം തട്ടിയെടുക്കാൻ വേണ്ടി വളരെ കൃത്യമായി ഒരു വിലപേശലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. സൈബർ ഡോമിൻ്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? നേരത്തെ ശ്രീ വിനോദ് സൂചിപ്പിച്ചതുപോലെ മുൻപും സമാനമായ സാഹചര്യങ്ങൾ കേരളത്തിൽ ഈ വൈറസ് ചുറ്റിത്തിരിയാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. പക്ഷേ അതൊരൊറ്റപ്പെട്ട സംഭവം എന്ന നിലയിൽ മാത്രമേ അന്ന് കണ്ടിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി എന്നൊരു ബോധ്യം സൈബർ ഡോമിന് വന്നു കഴിഞ്ഞോ? ഈ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, കേരള പോലീസിൻ്റെ സൈബർ ഡോം മനോജ് എബ്രഹാം സാർ, അദ്ദേഹം നോഡൽ ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വത്തിലാണ് സൈബർ ഡോമിൽ ഈ ഒരു 2016 നമ്മൾ നേരത്തെ തന്നെ ഒരു സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനൊരു വൾണറബിലിറ്റീസ് വരാൻ സാധ്യതയുണ്ട്, ഇങ്ങനൊരു അറ്റാക്ക് നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം നമ്മൾ എല്ലാ മാധ്യമങ്ങളോടും, അതായത് അന്ന് കണ്ട കോളേജ് പ്രോസസ്സ് ഉണ്ടാകും, അതിൻ്റെ കൂടെ പല കോർപ്പറേറ്റ് കമ്പനീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ റാൻസം വെയർ, നമ്മൾ ഈ പുതിയ റാൻസം വെയറിൻ്റെ പല വേർഷൻസാണ്. റാൻസം വെയർ 1, 2, 3 എന്ന് പറഞ്ഞ പല വേർഷൻസിലാണ് ഇത് നമ്മൾ ആദ്യമായിട്ട് ഇറങ്ങിയത്. നമ്മളിപ്പോൾ വാണക്രൈ എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഒരു വൈറസാണ്, ഇപ്പോഴത്തെ ഒരു അതിഭീകരമായിട്ടുള്ള ഒരു വൈറസാണ്. അപ്പോൾ അതിനു മുമ്പേ നമ്മൾ എന്തായാലും ഈ എന്താ പറയുക, ഒരു 2 വർഷത്തിന് മുമ്പേ തന്നെ നമ്മൾ ഈ ഒരു അറ്റംപ്റ്റ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, നമ്മൾ കണ്ടെത്തിയതായിരുന്നു ഇത്. റൈറ്റ്. ഇവിടെ ഷിയാസ്, ഇതിൻ്റെ ഒരു നേച്ചർ എങ്ങനെയാണ്? ഈ ഹാക്കിങ്ങിൻ്റെ ഒരു നേച്ചർ വ്യത്യസ്തമായി തീരുന്നത് എങ്ങനെയാണ്? അത് വളരെ ഗൗരവതരമായൊരു സൈബർ സുരക്ഷ എന്ന പ്രശ്നം ഉയർത്തുന്നുണ്ടോ? കേരളത്തിൽ ഇപ്പോൾ സർക്കാർ ഫയലുകളെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. ആ നിലയ്ക്ക് കേരളത്തെ മുൻനിർത്തി ഇപ്പോൾ നടക്കുന്ന ഈ ഹാക്കിങ്ങിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ് പഠിക്കുന്നത് ഷിയാസ്? കേരളത്തെ മാത്രം ഒരു വിവേചിച്ച് നമുക്ക് കാണാൻ പറ്റില്ല. കാര്യം ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയാണ്. ശരിക്കും അവസാനം നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ്സ് അനുസരിച്ച് വ്ളാഡിമിർ പുടിൻ ഇതിലൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹം US ഗവൺമെൻറ്റിനെയാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലൊരു ഇൻ്റർനാഷണൽ ഒരു ഡിസ്കഷനിലേക്ക്, ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്നോഡൻ, അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്നത് അവസാനം മൈക്രോസോഫ്റ്റ് സമ്മതിച്ചു, അതായത് NSA നാഷണൽ സെക്യൂരിറ്റി ഏജൻസി നിർമ്മിച്ച ഒരു എക്സ്പ്ലോയിറ്റാണ്, മീൻസ് അല്ലെങ്കിൽ അവർ കണ്ടെത്തിയ ഒരു എക്സ്പ്ലോയിറ്റ്, അല്ലെങ്കിൽ ആ ഒരു വാണാക്രൈ എന്ന് പറയുന്ന ഈ ഒരു രീതിയിലുള്ള ആക്രമണം ചോർന്നു ഒരു ഹാക്കേഴ്സ് ഗ്രൂപ്പിൻ്റെ കയ്യിൽ കിട്ടുകയും അവർ പിന്നീട് സ്പ്രെഡ് ചെയ്യുകയും ആ രീതിയിൽ ഇത് ആക്രമണം ഉണ്ടായി, അല്ലെങ്കിൽ വൈറസ് സിസ്റ്റം നമ്മുടെ കമ്പ്യൂട്ടറുകളെ ആക്രമിച്ചു എന്നുള്ള രീതിയിലാണ് അവസാനമായിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇത് ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്. കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സർക്കാർ ഓഫീസുകളായാലും എല്ലാ പൊതു സ്ഥാപനങ്ങളും കൂടുതൽ ഓപ്പൺ സോഫ്റ്റ്വെയറിലേക്ക്, അല്ലെങ്കിൽ FOSS ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിലേക്ക് മാറേണ്ടതിൻ്റെ ആവശ്യകത പല കാലഘട്ടങ്ങളിലായിട്ട് പല സമയങ്ങളിലായി നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ആ ഒരു സാധ്യതയിലേക്ക് നമുക്ക് ഇപ്പോൾ ഉണ്ടായ ഈ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ വൾണറബിലിറ്റീസ്, അല്ലെങ്കിൽ ഈ വിൻഡോസ് ബേസ്ഡ് ആയുള്ള പ്രശ്നങ്ങൾ ശരിക്കും ആ രീതിയിലേക്ക് നമ്മൾ ചർച്ച ചെയ്യും. തീർച്ചയായും ഇപ്പോഴും സർക്കാർ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകൾ, ഈവൻ സെക്രട്ടേറിയറ്റ് അടക്കം അത്തരമൊരു ആശങ്കയിലല്ല എന്ന് സർക്കാർ കരുതുന്നത് ഈ പറഞ്ഞ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് തന്നെയല്ലേ ഷിയാസ്? തീർച്ചയായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ ഇതൊന്നും ആകുമായിരുന്നില്ലല്ലോ ആശങ്ക. അതെ, നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളിൽ
ഉബുണ്ടു പോലെയുള്ള ITH സ്കൂൾ പോലെയുള്ള സ്ഥാപനങ്ങൾ സംസ്ഥാനത്ത് മിക്കവാറുമുള്ള എല്ലാ സ്കൂളുകളിലും ഉപയോഗിക്കുന്ന ഓപ്പൺ സോഫ്റ്റ്വെയർ ആണ്, ഉബുണ്ടു പോലുള്ള സോഫ്റ്റ്വെയർസ് ആണ്. പക്ഷേ ഈ ഡേറ്റ എന്ന് പറയുന്നത് അതിൻ്റെ എൻക്രിപ്ഷൻ, ഈ പാട് സാർ പറഞ്ഞതുപോലെ തന്നെ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു മോചനദ്രവ്യം, റാൻസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശരിയായിട്ടുള്ള വേർഡ് മീനിങ് തന്നെ മോചനദ്രവ്യമാണ്. അതായത് ഒരാളെ തട്ടിക്കൊണ്ടുപോയി പൈസ വാങ്ങിക്കുന്നു അല്ലെങ്കിൽ പൈസ ആവശ്യപ്പെടുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ റാൻസം വൈറസുകളുടെ അല്ലെങ്കിൽ റാൻസമിൻ്റെ ആക്ടിവിറ്റി നടക്കുന്നത്. അപ്പോൾ ശരിക്കും ആ തരത്തിൽ ഒരു നമ്മുടെ അടുത്ത നൂറ്റാണ്ട് അല്ലെങ്കിൽ ഈ വരുന്ന കാലഘട്ടത്തിൽ, സമീപ കാലഘട്ടങ്ങളിൽ നമ്മൾ ശരിക്കും അണ്ടർഗോ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ നേരിടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ ഇൻഫർമേഷൻ സെക്യൂരിറ്റി. ഷിയാസിലേക്ക് ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ സൈബർ ഡോമിൻ്റെ നോഡൽ ഓഫീസർ ശ്രീ മനോജ് എബ്രഹാം IG ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ മനോജ് എബ്രഹാം, കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ 3-4 ജില്ലകളിലെ പഞ്ചായത്ത് ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് കമ്പ്യൂട്ടറിൽ ഹാക്ക് ചെയ്യപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളാണ് വന്നിട്ടുള്ളത്. സൈബർ ഡോമിൻ്റെ ഒരു പൊതു വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ സൈബർ ഭീഷണി എത്രമാത്രം ഉണ്ടാകാം, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു പ്രദേശവുമായി, കേരളവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ? അദ്ദേഹം നിലവിൽ ടെലിഫോൺ ലൈനിൽ ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. ഡോക്ടർ വിനോദ് ഭട്ടതിരിപ്പാട്, ഇപ്പോൾ ഈ ഹാക്കിങ്ങിൻ്റെ ഒരു നേച്ചറിനെ കുറിച്ചാണ്. ഇതിൽ ഈ മോചനദ്രവ്യം ചോദിച്ച് ശരിക്കും റാഞ്ചികളെ പോലെ ബന്ദികളാക്കി പണം ചോദിക്കുന്നത് പോലെയാണ് ഈ പ്രവർത്തനം, അതിൻ്റെ സ്വഭാവം. അത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഹാക്കേഴ്സിൻ്റെ ഇടയിലെ അതൊരു ലോകത്താകെ വ്യാപിപ്പിക്കുന്ന നിലയിലേക്കുള്ള വളരെ വ്യത്യസ്തമായ, വളരെ ഗൗരവതരമായ, ആശങ്കാജനകമായ ഒരു പുതിയ സ്ഥിതിവിശേഷമാണോ ലോക സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ്? മാത്രവുമല്ല, ഇപ്പോൾ മാൽവർ ടെക് തന്നെ ശനിയാഴ്ച ഇങ്ങനെ ഒരു സംഭവം പറയുമ്പോൾ പോലും കുറേയൊക്കെ അവർക്ക് കണ്ടെത്താനായി പരിഹാരം, അതിൻ്റെ ആഴം കുറേയൊക്കെ തടയാനായി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെയും ഇപ്പോൾ വാണാക്രൈയുടെ തന്നെ അടുത്ത വെർഷൻ വന്നതോടുകൂടി ഈ വെർഷൻസ് ഇങ്ങനെ മാറി മാറി വരുന്നത് പിടിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ടോ? അത്രമേൽ വളരെ കുടില ബുദ്ധിയോടുകൂടിയാണോ ഈ ഹാക്കർമാരുടെ നീക്കം? ഇത് അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി, ആർക്കും തടയാൻ പറ്റില്ല. ഇനി തടയാൻ പറ്റുന്ന ഒരേ ഒരാൾ നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അത് വരാതെ തടയാൻ പറ്റണത് നിങ്ങൾക്ക് മാത്രമാണ്, ബാക്കി ആർക്കും പറ്റില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ഇതൊരു ചർച്ചയായി മാറുന്നതും. പൊതുജനങ്ങൾ ഈ പ്രശ്നം അറിയണം. കാരണം ഇത് മറ്റാരും വിചാരിച്ചാൽ സോൾവ് ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തരും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ഓരോരുത്തരും തന്നെ അറിയണം. എന്നിട്ട് അവർ സ്വയം ചില കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയ ആളുകളുടെ കയ്യിൽ നിന്ന് പോയി. പിന്നെ നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്ന പോലെ ഒരു പർട്ടിക്കുലർ വരം കൊടുത്ത് അത് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു. ഇനി അതൊന്നും ചെയ്യാനും പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ്. ഇനി ആകെ ചെയ്യാൻ പറ്റണത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വരുന്ന ഇമെയിലുകൾ, ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾക്ക് വരുന്ന ഇമെയിലുകൾ പരിചയമുള്ളത് മാത്രം ഓപ്പൺ ചെയ്യുക, പരിചയമില്ലാത്തത് ഓപ്പൺ ചെയ്യാതിരിക്കുക. ഇനി അഥവാ അത് ഓപ്പൺ ചെയ്താൽ തന്നെ അതിൻ്റെ അറ്റാച്ച്മെൻ്റ് ഒന്നും ഓപ്പൺ ചെയ്യരുത്. പരിചയമില്ലാത്ത സ്ഥലത്ത് നിന്ന് ഒരു അറ്റാച്ച്മെൻറ്റ് വന്നാൽ ഒരു നിലയ്ക്കും ആ ഇമെയിൽ അറ്റാച്ച്മെൻറ്റ് വന്നാൽ ഒരു നിലയ്ക്കും ഓപ്പൺ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പറ്റുമെങ്കിൽ പരിചയമില്ലാത്ത ഇമെയിലുകൾ ഓപ്പൺ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇനി പരിചയമില്ലാത്ത പരിചയമുള്ള ഇമെയിൽ അഡ്രസ്സ് നിന്നായിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടാവുക, പക്ഷേ പരിചയമില്ലാത്ത ടെക്സ്റ്റ് ആയിരിക്കും അതിൽ കാണുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ ഇമെയിലുകളെയും ഒരു സംശയദൃഷ്ടിയോട് കൂടി ഇനി കുറച്ച് ദിവസം നോക്കിയാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇത് വരാതെ നോക്കാം. ആ ഒരൊറ്റ വഴിയുള്ളൂ. വന്നു കഴിഞ്ഞാൽ അവർ, അതായത് നിങ്ങളുടെ ഡേറ്റ മുഴുവൻ എൻക്രിപ്റ്റ് ചെയ്ത് ഇടും എന്ന് പറഞ്ഞു. ഈ ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മോചനദ്രവ്യം കൊടുത്തിട്ട് വേണം അതിനെ ഒരു സോഫ്റ്റ്വെയർ വാങ്ങി ആ സോഫ്റ്റ്വെയർ റൺ ചെയ്തിട്ട് ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ. അതല്ലാതെ മറ്റൊരു വഴിയുള്ളത് എല്ലാ ദിവസവും ബാക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഡാറ്റ മുഴുവൻ ബാക്കപ്പ് ചെയ്യുക എല്ലാ ദിവസവും. ഇന്നിപ്പോൾ തരിയോട് പഞ്ചായത്തിൽ മറ്റൊരു ചാനലിൻ്റെ ഡിസ്കഷനിൽ തരിയോട് പഞ്ചായത്തിലെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്ക് ഡാറ്റ ബാക്കപ്പ് ഉണ്ടായിരുന്നു, ഞങ്ങൾ എന്ത് ചെയ്തു, ആ ഹാർഡ് ഡിസ്ക് കൂടെ റീഫോർമാറ്റ് ചെയ്തു, പഴയ ഡാറ്റ മുഴുവൻ ഇൻസ്റ്റാൾ ചെയ്തു. അതോടുകൂടി ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും വന്നില്ല. അറ്റാക്ക് വന്നു, പക്ഷേ ഡാറ്റ ബാക്കപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഡാറ്റ ബാക്കപ്പ് ഉള്ളവരൊക്കെ രക്ഷപ്പെടും, ബാക്കപ്പ് ഇല്ലാത്തവർ പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് അവർ ദിവസത്തിൽ ഒരിക്കലാണ്. ഇപ്പോൾ വൈകുന്നേരം 5:30ക്കാണ് ബാക്കപ്പ് എടുക്കുക എന്ന് വിചാരിക്കുക.
പിറ്റേന്ന് രാത്രി അർദ്ധരാത്രി ഇപ്പോൾ 2:30 മണിക്കോ ഒക്കെയാണ് ഈ അറ്റാക്ക് വന്നതെന്ന് വിചാരിക്കുക. വൈകുന്നേരം 5:30 മണി തൊട്ട് രാവിലെ 2:30 മണി വരെയുള്ള ആ ഒരു 9 മണിക്കൂർ നേരത്തെ ഡാറ്റ, എത്ര സ്കാനിങ് റിപ്പോർട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടാവും, എത്ര പേഷ്യൻസ് എൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ടുണ്ടാവും, ഓരോ മിനിറ്റിലും ബ്ലഡ് ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുക, അത് ഡാറ്റയൊക്കെ എൻ്റർ ചെയ്തിട്ടുണ്ടാവും. ഈ ഡാറ്റയൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അവർക്കൊക്കെയാണ് വലിയ പ്രശ്നം വരിക. ഈ വീടുകളിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യണ ആളുകൾ ഓരോ പുതിയ ഫയൽ ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ബാക്കപ്പ് എടുത്തു വച്ചാൽ ഈ ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടേഴ്സിന് ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും, വ്യക്തികൾക്ക് രക്ഷപ്പെടാൻ പറ്റും. റൈറ്റ്, അതാണ് വർഗീസ് അദ്ദേഹം പറഞ്ഞതിലൊരു വലിയ വ്യത്യാസം അതാണ്. വ്യക്തികൾക്ക് രക്ഷപ്പെടാം, കുടുംബങ്ങൾക്ക് അവരുടേതായ സംവിധാനത്തിലുള്ള കമ്പ്യൂട്ടറുകളെ രക്ഷപ്പെടുത്തിയെടുക്കാം. പക്ഷേ ഹോസ്പിറ്റലുകൾ, വലിയ സംവിധാനങ്ങൾ, ഇൻ്റർലിങ്ക്ഡായ സംവിധാനങ്ങൾ, ഇവരൊക്കെയാണ് പെട്ടുപോവുക. വർഗീസ്, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ശ്രീ മനോജ് എബ്രഹാം ഓൺലൈനിൽ വന്നതാണെങ്കിലും പിന്നീട് അദ്ദേഹത്തോട് സംസാരിക്കാനായില്ല. ഈ ഹാക്കേഴ്സിനെ പിടികൂടുക എന്ന് പറയുന്ന ഒരു സാധ്യത വിരളമാണോ? കാരണം അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ കൈവിട്ടുപോയി എന്നൊരവസ്ഥ, ഇനി ആകെ രക്ഷിക്കാനാകുന്നത് നമ്മൾക്ക് മാത്രമാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വന്നാൽ ഒരു തരത്തിലും ഈ ഹാക്കേഴ്സിനെ കണ്ടെത്താനാവില്ല, പിടികൂടാനാകില്ല. ആ ഒരു പ്രതീക്ഷ വേണ്ട എന്നാണോ സൈബർ ഡോമും കരുതുന്നത്? അല്ല, തീർച്ചയായിട്ടും ഇത് ഡിജിറ്റൽ കറൻസിയാണ്. ബിറ്റ് കോയിൻസ് ആണ് ഇവർ മോചനദ്രവ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഈ മോചനദ്രവ്യം നമ്മൾ നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ ഈ കുട്ടികളെ കടത്തി കൊണ്ടുപോയിട്ട് ഇത്ര ലക്ഷം രൂപ വേണം അല്ലെങ്കിൽ ഇത്ര രൂപ വേണം എന്ന് പറഞ്ഞ പോലെ ബിറ്റ് കോയിൻസിൻ്റെ പ്രത്യേകം ഒരു ഗ്രൂപ്പ് ഓഫ് ടീമാണ്. ഈ ടീമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോഴും റിസർച്ചിലാണ്. ഇപ്പം ഇൻ്റർപോൾ പോലുള്ള എല്ലാ അമേരിക്ക ഒരു നാഷണൽ സെക്യൂരിറ്റി ഏജൻസി എല്ലാവരും വർക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇതിനൊരു ടൂൾ, അതായത് ഇപ്പം മൈക്രോസോഫ്റ്റിൻ്റെ കോപ്പിറൈറ്റ്, അതായത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള വെർഷൻ ഒരുപാട് കമ്പനികൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ കമ്പനികൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാവാം ഇങ്ങനത്തെ ഒരു പാച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വൾനറബിലിറ്റീസ് നടന്നത്. നമുക്ക് തീർച്ചയായിട്ടും ഒരു ഹാക്കിംഗ് നടക്കുകയാണ്, ഒരു പ്രിവെൻറ്റേഷൻ നമുക്ക് ആവശ്യമാണ്. അതായത് കഴിഞ്ഞ മാസങ്ങളിൽ ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് നടന്നായിരുന്നു. ഒരു ഹോസ്പിറ്റൽ, തീർച്ചയായിട്ടും ഒരു ഇൻപേഷ്യൻസ് ഉണ്ടാവും, ഔട്ട് പേഷ്യൻസ് ഉണ്ടാവും. ഒരു സാധാരണ ജനം ഒരു ഹോസ്പിറ്റലിൽ വരുവാണെങ്കിൽ ഇപ്പം നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ വന്നിട്ട് നേരെ ഫസ്റ്റ് കാണാൻ പോകുന്ന ആദ്യം പോയി പ്രിസ്ക്രൈബ് ചെയ്ത് ഡോക്ടറിനെ കാണും. ഡോക്ടർ എഴുതുന്ന മെഡിസിൻ നമ്മൾ എന്താ ചെയ്യുക, ആ മെഡിസിൻ നേരെ നോക്കിയിട്ട് നേരെ ലാബിലോട്ട് പോകും റിസൾട്ട് എടുക്കാൻ, അല്ലെങ്കിൽ നേരെ ഫാർമസിയിൽ പോകും. ഈ ഫാർമസിയിൽ പോകുന്ന സമയത്ത് ഇതേപോലത്തെ ഒരു അറ്റംപ്റ്റ് നടന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്ന് വരെ മാറാം. ഇപ്പം നമ്മൾ ഈ സാധാരണ ജനങ്ങൾ എന്താ ചെയ്യും, ഈ മെഡിസിൻ മേടിച്ച് കഴിക്കുക, ഉണ്ടാകുന്ന അസുഖങ്ങളുണ്ടാവുക, ഒന്നും അറിയുന്നില്ല. ഇത് എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നു, ഓൾറെഡി ഇത് എൻക്രിപ്റ്റഡ് ആണ്. ഇത് നമുക്ക് ഈ ഒരു ഫങ്ഷണാലിറ്റി നടക്കുമ്പോൾ ഈ ഒരു വണക്രൈ എന്ന് പറഞ്ഞൊരു സിസ്റ്റം വരുമ്പോൾ തന്നെ എൻക്രിപ്റ്റഡ് ആണ് ഓൾറെഡി തയ്യാർ. അതായത് ഇത് അഫക്റ്റഡ് ആയി കഴിഞ്ഞാൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ അവർ പറയുന്ന മോചനദ്രവ്യം കൊടുത്ത് അതിനെ ഡീക്രിപ്റ്റ് ചെയ്യുക, ഒന്ന്. 2, ബാക്കപ്പ് ഉണ്ട് എങ്കിൽ അതിന് പുല്ലുവില കൽപ്പിച്ച് അവരുടേതായ വഴിക്ക്, അതാണ് തരിയോട് മാതൃകാപരമായി. പക്ഷേ അതോർക്കുമ്പോഴാണ് നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ആശങ്ക തോന്നുന്നത്. നിങ്ങളുടെ IG തന്നെ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അപ്ഡേഷൻ പലതിലും പ്രോപ്പറായി നടക്കാറില്ല. ഇപ്പോൾ സർക്കാർ ഓഫീസിലെ PC-കളിലൊക്കെ ഇത് സംഭവിക്കാം, അപ്ഡേഷൻസ് ഉണ്ടാവില്ല, ബാക്കപ്പുകൾ പലയിടത്തും ഉണ്ടാകാതെ വരാം. അങ്ങനെ വന്നാലാണ് സ്ഥിതി കൂടുതൽ ഗുരുതരമാവുക എന്നുകൂടിയില്ലേ വർഗീസ്? അല്ല, നമ്മൾ ഈ സർക്കാർ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന ഇപ്പം ഒരു മൈക്രോസോഫ്റ്റിൻ്റെ ഇപ്പം ഒരു OS ആണെങ്കിൽ പോലും ഒറിജിനൽ OS ഇടുക. ഇപ്പം ഡ്യൂപ്ലിക്കേറ്റ് OS ഇട്ടിട്ട് പൈറേറ്റഡ് വെർഷൻ ഇടുക. പൈറേറ്റ് വെർഷൻ പാച്ചിങ് ചെയ്തില്ലെങ്കിൽ തന്നെ ഇൻഫെക്റ്റഡ് ആവും, വൈറസ് ഇൻഫെക്റ്റഡ് ആവും. നമുക്കറിയാം എല്ലാ സർക്കാർ സ്ഥാപനത്തിലും 5000 രൂപയും 10,000 കൊടുത്തിട്ട് ഒരു വിൻഡോസ് മേടിച്ച് വെക്കാൻ ആരും മുതൽക്കുന്നില്ല. ഇതേപോലെ സിസ്റ്റം വന്നപ്പോൾ രാജ്യം ഒക്കെ ഒരു അലർട്ട് വന്നു. ഇത് നമ്മൾ 2016 നമ്മളൊരു സെമിനാർ തന്നെ അറ്റംപ്റ്റ് നടത്തിയിരുന്നു. മനോജ് എബ്രഹാം സാറാണ് ഇതിൻ്റെ നേതൃത്വം മൊത്തം ചെയ്തത്. അപ്പോൾ ചെയ്തപ്പോൾ തന്നെ ഇതിങ്ങനൊരു ഇൻസിഡൻറ്റ് നടക്കും എന്നൊരു ഇങ്ങനൊരു പ്രിക്കോഷൻസ് എടുക്കണം എല്ലാ കമ്പനികളുടെ നമ്മളൊരു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമാതിരി പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ കമ്പനികൾക്ക് കൊടുത്തു എന്നൊക്കെ വർഗീസ് പറയുന്നുണ്ട്, നല്ല കാര്യം. പക്ഷേ നേരത്തെ ശ്രീ വിനോദ് ഭട്ടതിരിപ്പാട് പറഞ്ഞതിലൊരു ഗൗരവമായ കാര്യമുണ്ട്. 6 മാസം മുമ്പ് ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ തെക്കൻ കേരളത്തിൽ സമാനമായ ലക്ഷണങ്ങളോടുകൂടി ഒരു ഹാക്കിംഗ് നടന്നു. ഇത് ഗൗരവമായി കാണണം എന്ന് പറയുമ്പോൾ അത്തരം ഹാക്കിങ്ങിൻ്റെ ഒരു സാധ്യത, ഇപ്പോൾ കാലാവസ്ഥാ പ്രവചനം പോലെ ചില മുന്നറിയിപ്പുകൾ പോലെ, അതിൻ്റെ ഒരു ഗൗരവതരമായ മുന്നറിയിപ്പിൻ്റെ സ്വഭാവത്തിലേക്കൊന്നും സൈബർ ഡോമിനോ അത്തരം മേഖലയ്ക്കോ യഥാർത്ഥത്തിൽ പോകാനാവില്ല. ഏത് വ്യക്തിയാണ് അറിയുന്നത് യഥാർത്ഥത്തിൽ ഇത്തരമൊരു വലിയ ചുറ്റിത്തിരിയുന്ന വൈറസുകളെ പറ്റി? ഏത് തരത്തിലുള്ള മുന്നറിയിപ്പാണ് ശാസ്ത്രീയമായി അവരുടെ അടുക്കലേക്ക് എത്തുന്നത്? അതേക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാലത്തിലാണോ യഥാർത്ഥത്തിൽ സൈബർ ലോകം നിൽക്കുന്നത്? കുറച്ചുകൂടി ശാസ്ത്രീയമായി ഒരു മുന്നറിയിപ്പ് കിട്ടാൻ അവരർഹരല്ലേ? അതിനുള്ള സംവിധാനം ഉണ്ടാവേണ്ടേ വർഗീസേ?
ഇതിനകത്ത് നമ്മൾ പറയേണ്ടത് ഇപ്പം വിനോദ് ഭട്ടതിരി സാർ പറഞ്ഞ മാതിരി മുമ്പ് തന്നെ ഒരു 3 മാസത്തിന് മുമ്പേ ഒരു സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഒരു വാണക്രൈ എന്ന് പറയുന്ന ഒരു റാൻസം വെയർ അല്ല, അതിന് മുമ്പേ ഉള്ള ഒരു സമാനമായിട്ടുള്ള ഒരു വാം വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം 3 മാസത്തിന് മുമ്പേ ഈ ഒരു സിസ്റ്റം വന്നപ്പോൾ അദ്ദേഹം എന്നെ ഇൻഫോം ചെയ്തു, വർഗീസ് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്, നമുക്കൊരു വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്, അതൊന്ന് സിസ്റ്റം ഇന്ന് അനലൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സിസ്റ്റത്തിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ എന്താണ് അതിൻ്റെ എൻക്രിപ്റ്റ് ലെവൽ നോക്കിയപ്പം വളരെ എല്ലാം വേർഡ്, എക്സൽ, പവർ പോയിൻറ്റ് ഫയൽസുകൾ മൊത്തം എൻക്രിപ്റ്റ് ലെവലിലാണ്. അപ്പം ആ സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് എന്താ ബാക്കപ്പ്, ഇവർ ഓൾറെഡി ബാക്കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഇതേ ഈ മോചനദ്രവ്യം ഒഴിച്ചാൽ അല്ല, അവർ മോചനദ്രവ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും ഈ വിൻഡോസ് OSലും മറ്റുള്ള സുരക്ഷാ പിഴവും അതുപോലെ തന്നെ വിൻഡോസ് കമ്പ്യൂട്ടറുകളിലുമായിരുന്നു, XP കമ്പ്യൂട്ടറിലുമായിരുന്നു അന്ന് അവർ യൂസ് ചെയ്തിരുന്ന വിൻഡോസ് XPയും വിൻഡോസ് 7 അതിൽ തന്നെയായിരുന്നു. അതായത് ഇത് മൈക്രോസോഫ്റ്റ് തന്നെ നമ്മൾ ഒരു സമാനമായിട്ട് ഒരു 6 മന്ത്സിന് മുമ്പ് അല്ല 7 മന്ത്സിന് മുമ്പ് തന്നെ നമ്മൾ ഈ വിൻഡോസ് XP ഒഴിവാക്കണം, ഈ അപ്ഡേറ്റ് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിത് ആരും ഗൗരവത്തോടെ ഏറ്റെടുത്തിട്ടില്ലായിരുന്നു. അത് തന്നെയാണ് ഷിയാസ് ഞാനും ചോദിച്ചതാണ്. കാരണം ഈ ഇത്തരത്തിലേക്ക് ഒരുപാട് വൈറസുകൾ കറങ്ങിത്തിരിയുന്ന ഒരു സാഹചര്യം ഇന്ത്യയിലൊട്ടാകെ ഇൻ്റർനെറ്റിൻ്റെ ഒരു മേഖലയിൽ ഉണ്ട് എന്നിരിക്കെ ഇതിനെ കരുതി വളരെ ഗൗരവതരമായ മുന്നറിയിപ്പുകൾ നൽകാൻ കഴിയുന്ന നിലയിലേക്ക് ഈ രംഗം മാറേണ്ടതാണോ? ഇപ്പോൾ സൈബർ ഡോമുണ്ട്, എല്ലാ മേഖലയിലെയും സൈബർ സുരക്ഷാ സംവിധാനം അതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടം വിട്ട് മുന്നേറുന്നൊരു ഘട്ടമാണല്ലോ. അപ്പോൾ ഈ മുന്നറിയിപ്പുകൾ എന്ന് പറയുന്നത് ഫലപ്രദമായി ഉണ്ടാവേണ്ടതാണോ? ഇപ്പോൾ തന്നെ സംഭവിച്ചിരിക്കുന്നത് ഏതളവ് വരെ പോകും എന്ന് പ്രവചിക്കാൻ പോലും ആകാത്ത ഒരു ആഘാതം എങ്ങനെയാകും എന്ന് പോലും പറയാൻ പറ്റാത്തൊരു ഘട്ടത്തിലാണോ നമ്മളിതേക്കുറിച്ച് സംസാരിക്കുന്നത്? എന്ത് തരത്തിൽ എത്ര വരെയൊക്കെ ഈ ഹാക്കിംഗ് പോകാം, ആരെയൊക്കെ ബാധിക്കാം, എവിടെയൊക്കെ ബാധിക്കാം എന്ന് പറയാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഇക്കാര്യത്തിലുണ്ടോ? നമ്മൾ ഈ കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായും അറിയേണ്ട ഒരു കാര്യം, അതായത് ഈ മാർച്ചിൽ കഴിഞ്ഞ 2017 മാർച്ച് 14 ശരിക്കും ഇതിന് ഈ റാൻസം വെയറിനുള്ള ഒരു പാച്ച് മൈക്രോസോഫ്റ്റ് പുറത്തിറക്കിയിരുന്നു. പക്ഷേ ഈ മൈക്രോസോഫ്റ്റിൻ്റെ ഈ പാച്ച് ഈ കഴിഞ്ഞ ദിവസം 12 മെയ് 2017 വരെ അപ്ഡേറ്റ് ചെയ്യാത്ത കമ്പ്യൂട്ടറുകളിലാണ് വ്യാപകമായിട്ട് ഈ വൈറസ് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ശരിക്കും നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന പൈറേറ്റഡ് ആയിട്ടുള്ള വിൻഡോസ്, ഈ പൈറേറ്റഡ് ഇപ്പം ഈ ഒരു അപ്ഡേറ്റ് വന്നു എന്ന് പറഞ്ഞു. ഈ അപ്ഡേറ്റ് ശരിക്കും കിട്ടുന്നത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തിപരമായുള്ള നഷ്ടങ്ങളെക്കാൾ ഉപരി അദ്ദേഹം പറഞ്ഞതുപോലെ ഹോസ്പിറ്റലുകൾ, ബാങ്കുകൾ, ഇവയൊക്കെയാണ്. അതാണ് ബാങ്കുകൾ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ XP പോലെയുള്ള, അതായത് XPക്കുള്ള സപ്പോർട്ട് വിൻഡോസ് അവസാനിപ്പിച്ചതാണ്. പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ XPക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വിൻഡോസ് പുറത്തിറക്കി. കാര്യം നമ്മുടെ ഇപ്പം ബാങ്കുകൾ, നമ്മൾ ATMൽ ചെന്നാൽ പോലും നമുക്കറിയാം അവിടുത്തെ സിസ്റ്റത്തിൽ, അവിടുത്തെ PCകളിൽ അല്ലെങ്കിൽ അവിടുത്തെ ടെർമിനൽസിൽ യൂസ് ചെയ്യുന്ന XP ആണ്, XP ബേസ്ഡ് ആയുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് ഈ മൈക്രോസോഫ്റ്റിനെ തൂത്തെറിയാനൊന്നും പറ്റില്ല. എങ്കിൽ തന്നെയും ആളുകളെ ഈ രീതിയിൽ നമുക്ക് ബോധവൽക്കരണം നടത്താം. അതായത് പൈറേറ്റഡ് ആയുള്ള അതെ. പിന്നെ അതുപോലെ ഇപ്പം ബാക്കപ്പിൻ്റെ കാര്യം പറഞ്ഞു. ബാക്കപ്പിൻ്റെ കാര്യം പറഞ്ഞതിൽ നോൺ റിമൂവബിൾ ബാക്കപ്സ് ആണ് കൂടുതൽ ഞാൻ മീൻസ് അത് ആ രീതിയിലുള്ള ബാക്കപ്സ് എടുക്കുക. കാര്യം ഈ ഹാർഡ് ഡിസ്കിനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ വാണക്രൈ അല്ലെങ്കിൽ ആ രീതിയിലുള്ള മാൽവെയർ അല്ലെങ്കിൽ പിന്നെ മലീഷ്യസ് സോഫ്റ്റ്വെയർസ് വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം എപ്പോഴും ഒരു റിമൂവബിൾ ബാക്കപ്സ് ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് പോലെയുള്ളതിൽ ബാക്കപ്പ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. പിന്നെ അല്ലെങ്കിൽ ക്ലൗഡ് പോലെയുള്ള സ്റ്റോറേജ് സ്പേസുകൾ യൂസ് ചെയ്യുക. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ മാറണം. എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഈ പിന്നെ മാൽവെയർ അറ്റാക്സ് അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒരു ശരിക്കും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പർച്ചേസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് പർച്ചേസ് ചെയ്യാതെ ആൻറ്റിവൈറസ് പർച്ചേസ് ചെയ്ത് നമുക്ക് സിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധാരണയാണ് പലരും ഉള്ളത്. പക്ഷേ എപ്പോഴും ആൻറ്റിവൈറസ് ചെയ്യുന്നത് ആൻറ്റിവൈറസിൻ്റെ ജോലിയാണ്. അപ്പോൾ ഒരു OSൻ്റെ അപ്ഡേറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരിയായ വെർഷൻ അല്ലെങ്കിൽ നമ്മൾ പൈസ നൽകി വാങ്ങുന്ന വെർഷൻ മാത്രമേ ശരിയായ അപ്ഡേഷൻ നൽകൂ എന്നിരിക്കെ പൈറേറ്റഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ഇട്ടിട്ട് അല്ലെങ്കിൽ OS ഇട്ടിട്ട് അതിനകത്ത് പൈസ കൊടുത്ത് ആൻറ്റിവൈറസ് വാങ്ങിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല, വാങ്ങിച്ചെടുത്തതിൽ അർത്ഥമില്ല. അപ്പോൾ ആദ്യം ഇതിൻ്റെ പാച്ച് അല്ലെങ്കിൽ അപ്ഡേറ്റ് കിട്ടി. ഞാൻ പറഞ്ഞില്ലേ മാർച്ചിൽ പാച്ച് മൈക്രോസോഫ്റ്റ് പുറത്തിറക്കിയിരുന്നു. അപ്പോൾ ആദ്യം ആ പാച്ച് അവൈലബിൾ ആവുന്നത് ശരിക്കും ഒറിജിനൽ OSനായിരിക്കും. അപ്പോൾ ഒറിജിനൽ OS ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഓപ്പൺ സോഫ്റ്റ്വെയർസ് ഉണ്ട്, അതിലേക്ക് മാറുക. അപ്പോൾ അതിലേക്ക് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അക്കൗണ്ടൻസിൻ്റെ കേസിലാണെങ്കിൽ അവർക്ക് ടാലി, ഗ്രാഫിക് ഡിസൈനേഴ്സിൻ്റെ കേസിലാണെങ്കിൽ ഫോട്ടോഷോപ്പ്, ഇതൊന്നും നമുക്ക് അതിന് എക്സാക്റ്റ് ആയിട്ടുള്ളൊരു പകരം വയ്ക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ OS ഈ പറഞ്ഞ പോലെ ഓപ്പൺ സോഫ്റ്റ്വെയർസ്
ഇല്ല എങ്കിൽ പോലും ഉപയോഗിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതിൽ ആളുകളെ ട്രെയിൻ ചെയ്തെടുക്കുക. ഇപ്പോൾ കേരള സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്ന ഒരു പ്രവർത്തനം അത് തന്നെയാണ്. ഒരു മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു കുറച്ച് ഒരു 4 വർഷം അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള രീതിയിലുള്ള ഒരു പഠനവും സൈബർ ഡോം നടത്തുന്നത് പോലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് പ്രവർത്തനങ്ങൾ നടത്തിയാൽ ആ നിലയ്ക്ക് ഷിയാസ് പറയുന്നത് കേരളം ഒരല്പമെങ്കിലും മാതൃകാപരമായി ഒരു ദീർഘവീക്ഷണം നടത്തിയെന്നാണോ? കാരണം ഈ ശനിയാഴ്ച ഉണ്ടായ സംഭവത്തിൽ കണ്ടെത്തിയതൊക്കെ 1.25 ലക്ഷം കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ 2 ലക്ഷത്തോളം ആളുകൾ എന്ന നിലയിൽ ഒരു വലിയ ആഘാതവും ഇരകളുമാക്കപ്പെട്ടുവെങ്കിൽ ഇന്ന് കേരളത്തിലേക്ക് വന്നാൽ ഇതിൻ്റെ അഫക്റ്റഡ് ഏരിയ എന്ന് പറയുന്ന 4 ജില്ലയിലെ ചില പഞ്ചായത്ത് ഓഫീസുകളെന്ന് മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ നോക്കിയാൽ കേരളം ആ നിലയിൽ അല്പം കൂടി ചിന്തിച്ച് മുന്നോട്ട് പോയി എന്നാണോ ഷിയാസ് വിചാരിക്കുന്നത്? തീർച്ചയായും ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയറിനോടൊക്കെയുള്ള നമ്മുടെ ഒരു താല്പര്യം ഒരു വലിയ ആഘാതത്തെ ലഘൂകരിച്ചിട്ടുണ്ടെന്നാണോ? തീർച്ചയായും സൈബർ ഡോമിൻ്റെ കാര്യത്തിൽ സൈബർ ഡോം വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്. കാര്യം ബാങ്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൈബർ ഡോമിലെ ഹേമന്ത് അല്ലെങ്കിൽ അങ്ങനെ പല ആളുകളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പല നമ്മളിലേക്ക് സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല. അപ്പം ആ രീതിയിൽ വളരെ നമുക്ക് അഭിനന്ദനാർഹമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. തീർച്ചയായും അവരുടെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ ഈ അനുഭവങ്ങളിൽ നിന്ന് സാധാരണക്കാരനും ഓരോ വ്യക്തിയും ബുദ്ധിമുട്ടിലാകുന്നു, കുടുങ്ങുന്നു, ഹാക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അവരിലേക്ക് കൂടി സൈബർ ഡോമിൻ്റെ പ്രവർത്തനം എത്തേണ്ടതുണ്ട് എന്നൊരനുഭവം ഷിയാസിന് തോന്നുന്നു. സൈബർ ഡോം ആ രീതിയിലാണ് പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. എൻ്റെ അറിവനുസരിച്ച് ആ രീതിയിലാണ് പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഒരു ഇടവേളയിലേക്ക് പോകുമ്പോൾ ശ്രീ വിനോദ് ഭട്ടതിരിപ്പാട്, ഇത് ഇപ്പോൾ സൂചിപ്പിച്ചാൽ ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളെയാണ് വാണാക്രൈ പിടികൂടിയത്. അത് അപ്ഡേറ്റ് ചെയ്യപ്പെടാത്തത് അല്ലെങ്കിൽ പൈറേറ്റഡ്. അതെ, അപ്പോൾ ആ നിലയിൽ പൈറേറ്റഡ് വേർഷൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് വരുന്നതാണ് എന്ന് പറയുന്ന ഒരു ഭാഗമാണോ ഇതിൻ്റെ അടിസ്ഥാന കാരണം? അതോ ഹാക്കേഴ്സ് ടാർഗറ്റഡ് ഗ്രൂപ്പ്സിനെ കണ്ടെത്തി ചെയ്യുന്നു എന്നൊക്കെ കരുതേണ്ടതുണ്ടോ? ഇതാണോ അതിൻ്റെ ഒരു റിയൽ റീസൺ, പ്രധാന കാരണം? അതെ അതെ അത് തന്നെയാണ് കാരണം, അല്ലാതെ ടാർഗറ്റഡ് ഗ്രൂപ്പിനെ അല്ല. അതായത് ഇപ്പം കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് ഓഫീസും നശിച്ചു പോട്ടെ, അതിലത്തെ കമ്പ്യൂട്ടേഴ്സൊക്കെ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് ഒരു ടാർഗറ്റഡ് ഗ്രൂപ്പല്ല, അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് എന്നുള്ള ടാർഗറ്റഡ് ഗ്രൂപ്പല്ല, അല്ലെങ്കിൽ പോലീസ് കമ്പ്യൂട്ടർ സെർവർ എന്നുള്ള ടാർഗറ്റഡ് ഗ്രൂപ്പല്ല. ഇതൊന്നുമല്ല. മൈക്രോസോഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു പർട്ടിക്കുലർ വേർഷൻ്റെ ഒരു ചെറിയ ദോഷം, ഒരു സ്ലിപ്പറി ഏരിയ, ആ ദോഷം ഉണ്ട് എന്ന കാര്യം നേരത്തെ സൈബർ എക്സ്പേർട്സ് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അത് എങ്ങനെയോ ലീക്ക് ഔട്ടായി പോയി, ആരുടെയോ കയ്യിൽ അത് കിട്ടി, അവരതിന് അത് ഉപയോഗിച്ച് ആ വൾണറബിൾ ഏരിയയെ കൂടെ ഇതിനകത്ത് കയറിയിട്ട് ഒരു അറ്റാക്ക് നടത്താനുള്ള ഒരു ശ്രമം നടത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റൊന്നുമല്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇംഗ്ലണ്ടിൽ നാഷണൽ ഹെൽത്ത് സർവീസസ് അഫക്റ്റഡ് ആയി. കാരണം അവരുടെ മേജർ സിസ്റ്റംസ് എല്ലാം മൈക്രോസോഫ്റ്റിൻ്റെ ഇത്തരം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ മേജർലി അഫക്റ്റഡ് ആയി. രോഗികളോട് കഴിയുന്നത്ര ആത്മസംയമനം പാലിക്കാനും കഴിയുന്നത്ര ആംബുലൻസ് വിളിക്കാതിരിക്കാനും. ഇത് ഇംഗ്ലണ്ടിലെ കാര്യം. അവിടെ ഇംഗ്ലണ്ടിൽ തന്നെ മറ്റ് ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻസും ഒക്കെ അഫക്റ്റഡ് ആണ്. അപ്പോൾ ഹെൽത്ത് സെക്ടർ, ഫിനാൻഷ്യൽ സെക്ടർ, പോലീസ്, ഇത്തരം പഞ്ചായത്ത് ഓഫീസുകൾ എല്ലാം അഫക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ ഏരിയയെ ടാർഗറ്റ് ചെയ്തിട്ടല്ല, ഉന്നം വെച്ചിട്ടല്ല ഈ അറ്റാക്ക്. ഈ ഒരു പർട്ടിക്കുലർ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ, ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ, അതായത് മൈക്രോസോഫ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഒരു പർട്ടിക്കുലർ വേർഷൻ റൺ ചെയ്യണ കമ്പ്യൂട്ടേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഇത് നടന്നിട്ടുള്ളത്. ഏതായാലും ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് എങ്ങനെ ഇതിനെ അതിജീവിക്കാം, എന്തൊക്കെ തരം മുൻകരുതലുകൾ എടുക്കാം എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം. ആ ചർച്ചയുടെ ആ ഭാഗത്തിലേക്ക് വരാം. ഒരു ചെറിയ ഇടവേള. പ്രൈം ഡിബേറ്റ് തുടരുകയാണ്. ശ്രീ വർഗീസ്, ഏതായാലും മുമ്പ് സൂചിപ്പിച്ചു അല്ലേ, ഇതിൽ വലിയ മുൻകരുതലുകൾ കൂടിയേ തീരൂ എന്നത് പരമാവധി ആളുകളെ ധരിപ്പിക്കുക എന്നതാണോ സൈബർ ഡോം ഈ ഘട്ടത്തിൽ എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം, സൈബർ ഡോമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ ഘട്ടത്തിൽ ഇപ്പോൾ?
തീർച്ചയായിട്ടും ജനങ്ങൾ ഒരു കാരണത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. സൈബർ ഡോമിൻ്റെ ഒരു വൻ ടീം തന്നെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. മനോജ് എബ്രഹാം സാറ് ഏകദേശം നമ്മളിങ്ങനൊരു മെസ്സേജ് അലർട്ട് വന്നപ്പോൾ തന്നെ ഏകദേശം നമ്മൾ എല്ലാവരും തന്നെ മൊബൈൽ വാട്സപ്പ് വഴിയും മെയിൽ അയക്കേണ്ടവർക്ക് എല്ലാവർക്കും കോർപ്പറേറ്റ് കമ്പനികൾക്ക് കൊടുത്തുള്ള എല്ലാവർക്കും ഞങ്ങൾ മെയിൽ സന്ദേശം അയച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിപ്പം ഇങ്ങനൊരു റാൻസം വെയർ ഇപ്പം നമ്മൾ എഫക്റ്റഡ് ആയിട്ടുള്ളവരടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു MS-107 എന്ന് പറഞ്ഞൊരു പാച്ച് അപ്ഡേറ്റ് ചെയ്യണം, ഇതിൻ്റെ അകത്തുള്ള വിൻഡോസ് ഒറിജിനൽ തന്നെ ഇടണം എന്നിട്ടുള്ള ഒരുപാട് എവിടെയൊക്കെ സുരക്ഷാ പാഴ്ചകളുണ്ടോ അവിടെയൊക്കെ എല്ലാം ലൂപ്പ് പോയിൻറ്റ്സും വൾനറബിലിറ്റീസും അടച്ചിട്ടാണ് സൈബർ ഡോം പ്രവർത്തിക്കുന്നത്. പിന്നെ നമുക്ക് അതിനോട് പറയാൻ തന്നെ അടുത്ത സെക്ഷൻസ് ഇപ്പം എന്താ പറയുക മൊബൈൽ ഈ റാൻസം വെയറിനെ കുറിച്ചാണ്. അത് ചേർത്തേണ്ടത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാര്യം ചെയ്യുന്ന നല്ലൊരു കാര്യമായിരിക്കും അത്. അതായത് ഷിയാസ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ വിൻഡോസാണ് അഫക്റ്റഡായി മാറിയത് എന്ന് പറയുന്നത്, ഇതിൽ ഏറ്റവും വലിയ ഡിജിറ്റൽ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്നത് മൊബൈലാണല്ലോ. അപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ആൻഡ്രോയിഡുമാണ്. ആ നിലയിൽ ഇതിൻ്റെ ഒരു വളരെ കരുതലോടുകൂടി കാണേണ്ട ഒരു മേഖലയായി മൊബൈൽ രംഗവും ആൻഡ്രോയിഡ് സിസ്റ്റവും കാണേണ്ടതല്ലേ? ഇതൊക്കെ സംഭവിച്ചാൽ ഇതിനപ്പുറവും സംഭവിക്കാം എന്നൊരവസ്ഥ കൂടി ഉണ്ടാകുമല്ലോ. അതെ, തീർച്ചയായും. ഞാൻ വർഗീസ് പറഞ്ഞ കാര്യത്തോട് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. അതായത് നമ്മുടെ ഒരു നമ്മുടെ ഇപ്പോൾ എല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ്. അതായത് നമ്മുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണ്. ഈ വിവരങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ പോലും അല്ലെങ്കിൽ ഓർക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോൾ കോർപ്പറേറ്റുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ആയതുകൊണ്ട് കോർപ്പറേറ്റുകളെ ബാധിക്കുക, ഫെഡെക്സ് പോലെയുള്ള വൻകിട കമ്പനികൾ, അവരുടെയൊക്കെ ഡാറ്റ അത് നമ്മളെപ്പറ്റിയുള്ള ഇൻഫർമേഷനാണ് അല്ലെങ്കിൽ നമ്മുടെ വിവരങ്ങളാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ള ബോധ്യം നമുക്കും ഉണ്ടാവണം. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഡാറ്റ മോഷണം അല്ലെങ്കിൽ ഡാറ്റ തെഫ്റ്റ് നമ്മൾ വരുന്ന കാലത്ത് ഒരു ഡിജിറ്റൽ ഡിസാസ്റ്റർ എന്ന് പറയാൻ പറ്റും. കാര്യം നമ്മുടെ ഡിജിറ്റൽ അസറ്റ്സ് വേറെ ആളുടെ കയ്യിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഡിസാസ്റ്ററാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പരാജയമായിരിക്കും. കാര്യം നമ്മുടെ ഡിമോണിറ്റൈസേഷൻ പോലെയുള്ള സാഹചര്യങ്ങൾ കടന്ന് നമ്മൾ ഈ കറൻസിയുടെ ലോകത്തും ഈ ട്രാൻസാക്ഷൻ ലോകത്തും ഒക്കെ നിൽക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ പ്ലാറ്റ്ഫോം ആദ്യം സേഫ് ആക്കുക. ശരി, നമുക്ക് നല്ലൊരു ട്രാഫിക് അല്ലെങ്കിൽ നല്ലൊരു റോഡുണ്ടെങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ സഞ്ചരിക്കാൻ സാധിക്കൂ. നല്ല ഒരു സ്പെക്കുള്ള ഒരു കമ്പ്യൂട്ടർ വാങ്ങിയിട്ട് അതിൽ പൈറേറ്റഡ് സോഫ്റ്റ്വെയർ ഇടുക, ഡാറ്റ എല്ലാം കൊണ്ട് ഡംപ് ചെയ്യുക എന്നുള്ളത് തീർച്ചയായും ഒരു താഴ്ഭാഗം കീറി ഒരു പേഴ്സിൽ പൈസ വെക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അത്രയും ഈ ഒരു അറ്റാക്ക് തീർച്ചയായും ഒരു റഫറൻസ് ആയിരിക്കണം. കാര്യം ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മീൻസ് ബിഫോർ ഈ റാൻസം വെയർ അറ്റാക്ക് അല്ലെങ്കിൽ ആഫ്റ്റർ ദാറ്റ് എന്നുള്ളത്. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഇതിലൊരു ശ്രദ്ധ കൊണ്ടുവരാൻ സൈബർ ഡോമിനെ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് കഴിയും. ശ്രീ വിനോദ് ഭട്ടതിരിപ്പാട്, ഏതായാലും ആഗോളതലത്തിലെ ഈ ഹാക്കിംഗ് ഗ്രൂപ്പ്സിൻ്റെ ഒരു പ്രവർത്തനം, അതിൻ്റെ ഒരു ദുരന്തം, അതിൻ്റെ ഒരു ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഇപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന വാണാക്രൈം അടക്കം അതിൻ്റെ സെക്കൻഡ് വെർഷനിലടക്കമാണ് ശനിയാഴ്ചയ്ക്ക് ശേഷം തിങ്കളാഴ്ച കാര്യങ്ങളെത്തി നിൽക്കുന്നത്. ഇത് വലിയ തോതിൽ വളർച്ച പ്രാപിച്ച് മുന്നോട്ട് പോകുന്ന അപകടകരമായ ഒരു അവസ്ഥയിലാണോ? അതിൻ്റെ ഒരു ആഗോളതലത്തിലുള്ള ഒരു സ്ഥിതി എന്താണ്? അങ്ങനെ വന്നാൽ ഇപ്പോൾ ഷിയാസ് സൂചിപ്പിച്ച പോലെ, വർഗീസ് സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പായി ഒരു ഡിജിറ്റൽ ഡിസാസ്റ്റർ ഉണ്ടാകാതിരിക്കാൻ, മൊബൈൽ രംഗത്തേക്ക് അത് പടർന്നു പിടിക്കാതിരിക്കാൻ കൂടി ആലോചിക്കേണ്ടി വരും. അപ്പോൾ ഈ ഹാക്കേഴ്സിൻ്റെ ഒരു വളർച്ച ആഗോളതലത്തിൽ അത് കരുതലോടെ കാണേണ്ടതാണോ? അതെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണത്. ശരിയാണ്, ചർച്ച ആ വഴിക്ക് തന്നെയാണ് പോകേണ്ടതും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു പർട്ടിക്കുലർ വേർഷനിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ മറ്റുള്ള ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സംഭവിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാധാരണ ഇപ്പോൾ ഇവിടുത്തെ ലോകത്തിൽ ഒരുവിധപ്പെട്ട എല്ലാ മൊബൈൽ ഫോണുകളും ആൻഡ്രോയിഡും ഐഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതുപോലെ മൈക്രോസോഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഈ 3 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഒരുപാട് വൾണറബിലിറ്റീസ് ഉണ്ട്. ഏത് സോഫ്റ്റ്വെയർ ഇറക്കുമ്പോഴും അതിന് ഒരുപാട് വൾണറബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വാട്സാപ്പ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ വാട്സാപ്പ് യൂസ് ചെയ്യുമ്പോൾ സ്റ്റക്കായി പോയിട്ട് വാട്സാപ്പ് ഹാങ് ആയി പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്വിറ്റായി പോയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ മറ്റ് ചില സോഫ്റ്റ്വെയർ, അതൊക്കെ ആ സോഫ്റ്റ്വെയറിൻ്റെ വൾണറബിലിറ്റീസാണ്, എറേഴ്സാണ്, പിഴവുകളാണ്. ഈ പിഴവുകൾ വളരെ അത്യപൂർവമായിട്ടുള്ള പിഴവുകളായിരിക്കും ഇത്തരം സോഫ്റ്റ്വെയറിന്. ഇതിനൊക്കെ പാച്ച് ഇറക്കി കറക്റ്റ് ചെയ്ത് അങ്ങനെ പോവുകയാണ്. ഇപ്പോൾ വാട്സാപ്പിൻ്റെ കേസിലാണെങ്കിൽ സ്ഥിരമായിട്ട് മിക്കവാറും 1, 2, 3 ദിവസം കൂടുന്തോറും ഓട്ടോമാറ്റിക്കലി അത് പാച്ച് അടച്ച് ഇങ്ങനെ പോവുകയാണ്. നമ്മളൊന്നും അറിയാറേ ഇല്ല. ചിലപ്പോൾ സ്ക്രീനിൽ വല്ല മാറ്റം വന്നാൽ മാത്രം നമ്മൾ അറിയുന്നു മാത്രം, മറ്റതൊക്കെ ഓട്ടോമാറ്റിക്കലി അടച്ച് അത് ആ പാച്ച് അടച്ചിങ്ങനെ പോവുകയാണ്. ഇങ്ങനെ ഇതുപോലെ വൾണറബിലിറ്റീസ്
ഇപ്പോൾ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ഉണ്ട്, എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിനും ഉണ്ട്. ഇങ്ങനെ ഈ അതായത് ഒരു വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളുടെ വീടിൻ്റെ ഒരു ജനവാതിലിൻ്റെ ഒരു കൊളുത്ത് ഒന്ന് ഇളകി കിടക്കുകയാണ് എന്ന വിവരം നോർമലി കള്ളൻ അറിയില്ലെങ്കിലും ചില കള്ളൻ അത് അറിയുമെങ്കിൽ ആ ജനവാതിൽ തുറന്ന് കാരണം അത് ഇളകി കിടക്കുകയാണ്, പെട്ടെന്ന് തുറക്കാൻ പറ്റും. അത് തുറന്ന് അതിൻ്റെ അകത്ത് കയറും എന്ത് പറയണ പോലെ ഉള്ളൂ. ആൻഡ്രോയിഡിന് അങ്ങനെ ഒരു പിഴവുണ്ടെങ്കിൽ ആ പിഴവ് വല്ലവരും തിരിച്ചറിഞ്ഞാൽ തിരിച്ചറിയാനൊക്കെ വളരെ എളുപ്പമാണ്. എളുപ്പം എന്ന് പറഞ്ഞാൽ സൈബർ എക്സ്പേർട്സിന് വളരെ എളുപ്പമാണ്, പിന്നെ IT സോഫ്റ്റ്വെയർ എക്സ്പേർട്സിനൊക്കെ വളരെ എളുപ്പമാണ്. അവരത് അതിനുള്ള വൈറസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പഴുതിലൂടെ അകത്തേക്ക് കയറാനുള്ള വൈറസ് ക്രിയേറ്റ് ചെയ്ത് അത് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ ഇതങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോയിട്ട് ലോകത്തിലെ എല്ലാ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും അത് വന്ന എല്ലാ മൊബൈൽ ഫോണുകളും മിക്കവാറും ഒരു മൂന്നിലൊന്നോ അല്ലെങ്കിൽ ഏകദേശം 40% മൊബൈൽ ഫോണുകളും ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്. അല്ലെങ്കിൽ ഈവൻ അതിൽ കൂടുതലേ ഉണ്ടാവുള്ളൂ, കുറവുണ്ടാവില്ല. ലോകത്തിലെ പകുതി മൊബൈലുകളും സ്റ്റക്ക് ആവണ ഒരു സിസ്റ്റത്തിലേക്ക് വേണമെങ്കിൽ എത്താം. ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ വന്നിട്ടുള്ള അറ്റാക്ക് ഒന്നും ആ നിലയ്ക്കല്ല. അതുകൊണ്ട് തന്നെ മൊബൈലിനെ ബാധിക്കും എന്ന് വിചാരിക്കാൻ വയ്യ. പക്ഷേ നാളെ അങ്ങനെയൊക്കെ വരാം. കാരണം 6 മാസം മുമ്പേ അല്ലെങ്കിൽ 8 മാസം മുമ്പേയും 1 വർഷം മുമ്പെയൊക്കെ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ പറയുമ്പോൾ അന്നത് അത്രയും സീരിയസ് ആയി എടുക്കാൻ മാത്രം അത്രയും അധികം ആൾക്കാർ അഫക്റ്റഡ് അല്ല. ഒരാളോ 2 ആളോ ഒക്കെയാണ് ഒരു സംശയം ഡോക്ടർ വിനോദ് അതായത് ഒരു സംശയം, ഈ കോടിക്കണക്കിന് ആൾക്കാർ ഒരു 6 മാസം മുമ്പോ 8 മാസം മുമ്പോ ഈ ഒരു മുന്നറിയിപ്പ് കൊടുത്തു എന്ന് പറയുമ്പോൾ അത് കൊടുക്കുന്നത് സൈബർ ഡോമിനാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിൽ. അതവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ചെയ്യാൻ കഴിയുമായിരുന്നത് എന്തൊക്കെയാണ്? അതിൻ്റെ ഒരു പരമാവധി ചെയ്യാൻ കഴിയുമായിരുന്നത് എന്താണ്? ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നടന്നിട്ടുള്ള ഈ പർട്ടിക്കുലർ അറ്റാക്കിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സൈബർ ഡോമിനെ പോലുള്ള ആളുകൾക്ക് ഈ പർട്ടിക്കുലർ അറ്റാക്കിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. ആളുകളെ ബോധവൽക്കരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ മറ്റു ചില അറ്റാക്സിലൊക്കെ സൈബർ ഡോമിനെ പോലുള്ള ആളുകൾക്ക് പലതും ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പലതും ചെയ്യാൻ പറ്റും, ഒരുപാട് ചെയ്യാൻ പറ്റും. ഇപ്പം നടന്നിട്ടുള്ള സിസ്റ്റംസിൽ ആളുകളെ ബോധവൽക്കരിക്കാം. നിങ്ങൾ ഡെയിലി ബാക്കപ്പ് എടുക്കുക, എല്ലാ ഡാറ്റയും ബാക്കപ്പ് വേണം. എപ്പോൾ വേണമെങ്കിലും വൈറസ് വന്നിട്ട് നിങ്ങളുടെ ഡാറ്റ ലോക്ക് ചെയ്യപ്പെടാം, എന്നിട്ട് മോചനദ്രവ്യം ചോദിച്ച് നിങ്ങളെ വിഷമത്തിലാക്കാം. അപ്പോൾ നിങ്ങൾ ഹാർഡ് ഡിസ്ക് കംപ്ലീറ്റ്ലി റീഫോർമാറ്റ് ചെയ്യുക, പഴയ ഡാറ്റ ഇൻസ്റ്റാൾ ചെയ്യുക. എങ്ങാനും അതിലൊരു 2, 3, 4 ഡാറ്റ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും എൻ്റർ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ബാക്കപ്പ് എടുക്കുക, നിങ്ങളുടെ ഉണ്ടാക്കുന്ന ഫയൽസൊക്കെ ബാക്കപ്പ് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ആളുകളെ ബോധവൽക്കരിക്കാം എന്നല്ലാതെ ഇപ്പോൾ ഈ 2 ദിവസത്തിനുള്ള ഇത് വോണക്രൈയുടെ ഈ അറ്റാക്കിന് വേറെ ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. പക്ഷേ മറ്റ് പല അറ്റാക്സിൻ്റെ കേസിലും സൈബർ ഡോമിനെ പോലുള്ള സ്ഥാപനങ്ങൾക്ക് പലതും ചെയ്യാം, നേരത്തെ വാർണിംഗ് കൊടുക്കാം, ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊരു വലിയ അറ്റാക്കാണ്. ഒരു കൊച്ചു ലോകമഹായുദ്ധം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള അത്രയും ഡെപ്തുള്ള 150ഓളം കൺട്രീസ് ഇൻവോൾവ് ആയിട്ടുള്ള ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടേഴ്സ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരുപാട് കോടി രൂപയുടെ ബിസിനസ് ട്രാൻസാക്ഷൻ ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഇത് കാരണമൊക്കെ നിന്ന് പോയിട്ടുള്ള ഒരു വലിയ അവസ്ഥ. അത് തോക്കോ പീരങ്കിയോ എടുത്തിട്ടുള്ള യുദ്ധം മൂലം ഉണ്ടാവുന്ന നഷ്ടം പോലെ തന്നെ ഉള്ള നഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു കൊച്ചു ലോകമഹായുദ്ധം പോലെയുള്ള ഒരു അറ്റാക്കാണത്. അങ്ങനെ നോക്കിയാൽ ഡോക്ടർ വിനോദ്, അങ്ങനെ നോക്കിയാൽ കേരളത്തിൽ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഒരു കാര്യം പറയട്ടെ. ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന തരത്തിൽ ആണെന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം ഈ വൈറസ് വന്നത് എപ്പോഴും ഇമെയിൽ വഴിക്കായിരിക്കും.
ഇത്തവണ അത് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇമെയിൽ വഴിക്കാണ് വൈറസ് വന്നിട്ടുള്ളത്. ചില കേസിലൊക്കെ ഇമേജ് വഴിക്ക് വരാം, മറ്റ് പല പോസ്റ്റുകൾ വഴിക്ക്, അതായത് നിങ്ങളുടെ വാട്സാപ്പിൽ വരുന്ന ഒരു ഇമേജ് ആയിട്ടോ വാട്സാപ്പിൽ വരുന്ന വീഡിയോ ആയിട്ടോ മറ്റ് പോസ്റ്റുകളിലൊക്കെ കൂടെ വേണമെങ്കിൽ വരാം. പക്ഷേ ഇത്തവണ വന്നിട്ടുള്ളത് ഇമെയിൽ വഴിക്കാണ്. ഈ ഇമെയിലിൻ്റെ ട്രേസ് ബാക്ക് എന്നുള്ളൊരു കാര്യം വളരെ കൃത്യമായിട്ട് ട്രേസ് ബാക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വയനാട്ടിലെ തരിയോട് പഞ്ചായത്തിന് വന്ന ഒരു ഇമെയിലായിരിക്കും ഈ പ്രശ്നം വന്നിട്ടുണ്ടാവുക, അത് ഉറപ്പാണ്. ആ ഇമെയിലിൻ്റെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഇന്ത്യയുടെ പുറത്ത് പോവും, പിന്നെ മറ്റ് പല കൺട്രികളിലേക്ക് പോകും. അങ്ങനെ പോയി ഇത് ഏതെങ്കിലും ഒരു രാജ്യത്തെ ഏതെങ്കിലും ഒരു സൈബർ എക്സ്പേർട്സിൻ്റെ കമ്പ്യൂട്ടറിൽ എത്തി നിൽക്കും. പക്ഷേ ഇതൊന്നും കേരളത്തിലെ സൈബർ ഡോമിനെ പോലെയുള്ള ഒരു ഓർഗനൈസേഷന് ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് ചെയ്യാൻ പറ്റുന്നതിൽ പരിധിയുണ്ട്. പക്ഷേ അവിടെയും ഗുണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇന്റർപോൾ പോലത്തെ ഓർഗനൈസേഷൻസ് വളരെ ജാഗ്രതയോടുകൂടി നിൽക്കും. അപ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും സെൻട്രൽ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരും ഇന്റർപോളിൻ്റെ ഉദ്യോഗസ്ഥരും എല്ലാം ടീമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉറപ്പായിട്ടും ആളെ പിടിക്കാൻ പറ്റും, യാതൊരു സംശയമില്ല. അതിനുള്ള എല്ലാ തെളിവുകളും ഇപ്പോൾ വയനാട്ടിലെ തരിയോട് പഞ്ചായത്തിൽ ആ കമ്പ്യൂട്ടറിൽ നോക്കിയാൽ തെളിവുകൾ. അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്ന ആ ശ്രമകരമായ ദൗത്യത്തിലെത്താൻ നമ്മുടെ സംവിധാനത്തിൽ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും എന്നതും നമ്മൾക്കറിയാം. പക്ഷേ കണ്ടെത്താനാകും എന്ന് പറയുന്ന ഒരു വലിയ ഗൗരവതരമായ ഒരു ഗ്ലോബൽ ഡിജിറ്റൽ യൂണിറ്റി യഥാർത്ഥത്തിൽ ഈ സൈബർ സുരക്ഷയുടെ കാര്യത്തിൽ അനിവാര്യമാണ് എന്നാണോ ഡോക്ടർ വിനോദിൻ്റെ ആ ആത്മവിശ്വാസം ബോധ്യപ്പെടുത്തുന്നത്? ഇത് കേരളത്തെ സംബന്ധിച്ച ഒരു ചെറിയ കാര്യമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു രാജ്യത്തിൻ്റെ തലവൻ വരെ ഇതിനകത്ത് ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് തോന്നുന്നത് ഇൻ്റർനെറ്റിലെ അധോലോകം എന്ന് വിളിക്കുന്ന ഡാർക്ക് നെറ്റിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ. ശരിക്കും അദ്ദേഹം പറഞ്ഞ പോലെ കണ്ടെത്താൻ സാധിച്ചേക്കാം, പക്ഷേ അതിന് എടുക്കുന്ന സമയം, ഹ്യൂമൻ എഫേർട്ട് അതൊക്കെ വളരെ വലുതായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ സൈബറിൻ്റെ ഒരു ഏകോപനം രാജ്യാന്തര തലത്തിൽ ഉണ്ടായാലേ ഇത്തരം ഹാക്കർമാരെ തടയാനാകൂ. അതൊരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായും അത് ആ രീതിയിൽ ചിന്തിക്കാവുന്നതാണ്. അത് തീർച്ചയായും നമ്മളൊരു മൊബൈൽ നമ്പർ നഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫോൺ നഷ്ടപ്പെടുകയാണെങ്കിൽ IMEI എങ്ങനെയാണോ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നത് ആ രീതിയിൽ ഉള്ള, അതെ, മീൻസ് ആഗോളതലത്തിൽ സൈബർ ഡോം പോലെയുള്ള സ്ഥാപനങ്ങൾ പല രാജ്യങ്ങളിലും മീൻസ് അവർ പ്രവർത്തനം ആരംഭിക്കുക അല്ലെങ്കിൽ പ്രവർത്തനം ഉണ്ടാകും. അതിനെ ഏകോപിപ്പിച്ച് ഒരു മൊത്തത്തിൽ ഒരു സംവിധാനം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ രീതിയിൽ കൂടുതൽ എളുപ്പമാകും അത് കണ്ടെത്തുക. അല്ലെങ്കിൽ ഈ പ്രതികളെ രാജ്യാന്തര തലത്തിൽ കൈമാറാനുള്ള കരാറുകൾ പോലെ ലോകമാകെ ഒറ്റ ഗ്ലോബൽ വില്ലേജ് പോലെ സൈബർ സുരക്ഷയ്ക്കായി ഒന്നിച്ചു നിന്നാൽ മാത്രമേ അതിന് കഴിയൂ എന്ന ഒരു തിരിച്ചറിവിലേക്ക് യഥാർത്ഥത്തിൽ ഈ വലിയ അപകടങ്ങൾ കൊണ്ടെത്തിക്കുന്നുണ്ട്. വർഗീസ് ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ വളരെ ഗൗരവതരമായി, ഇപ്പോൾ ഭീഷണിയൊന്നുമില്ലെങ്കിലും മൊബൈലിലേക്ക് അത്തരം ഒരു ഭീഷണി വന്നാൽ ഉണ്ടാകാം അപ്ഡേഷൻസ് മാത്രമേ നമ്മൾ അറിയാറുള്ളൂ, പാച്ച് ചെയ്തു പോകുന്നത് അറിയാറില്ല. ഡോക്ടർ വിനോദ് ഭട്ടതിരിപ്പാട് പറഞ്ഞത് ശ്രദ്ധേയമാണ്. നമ്മൾക്കത് അറിയേണ്ട കാര്യവുമില്ല. നിങ്ങളുടെ ഒരു ദൈനംദിന അനുഭവത്തിൽ ഈ മൊബൈൽ എന്നത് എത്രമാത്രം ഗൗരവതരമായി കാണേണ്ട ഒരു വസ്തുവാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മൊബൈൽ ആൻഡ്രോയിഡിൽ പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ നമ്മളെല്ലാവരും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ആൻഡ്രോയിഡ് ആയാലും വിൻഡോസ് ആയാലും iOS ആയാലും. അപ്പം നമ്മളിത് എന്തിനാണ് അപ്ഡേറ്റ് ചെയ്യണമെന്നോ, അത് ഇപ്പം ആൻഡ്രോയിഡ് ഇറക്കി കഴിഞ്ഞാൽ ആൻഡ്രോയിഡിൻ്റെ കമ്പനി ആയിരിക്കും, അല്ലെങ്കിൽ വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിൻ്റെ അപ്ഡേറ്റ് ആയിരിക്കും നമ്മൾ തരുന്നത്. നമ്മളെല്ലാവരും അപ്ഡേറ്റ് ചെയ്യും. ഈ അപ്ഡേറ്റ് ഒന്ന് മാറിയാൽ, ഒന്ന് പിഴച്ചിരുന്നെങ്കിൽ, അതായത് മൊബൈൽ എൻക്രിപ്റ്റഡ് ആവും, നമ്മളെ കോൺടാക്ട്സ് ഇതേമാതിരി പോലെ ഇതേ സെയിം സിറ്റുവേഷൻ നമ്മൾ അന്ന് ബാധിക്കും. ഈ ഒരാളെ ഫോൺ വിളിക്കാനോ ഒരു ഹോസ്പിറ്റലൈസ്ഡ് എന്ത് ആവശ്യത്തിനും നമുക്കൊരു മൊബൈലാണ് നമ്മുടെ തൊടുന്നത്. നമ്മുടെ മൊബൈൽ ഡാറ്റ എൻക്രിപ്റ്റഡ് ആയി കഴിഞ്ഞാൽ ഫോട്ടോസ് എൻക്രിപ്റ്റഡ് ആവാം. ഇതൊരു സെക്കൻഡറി ലെവലിൽ വരാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കാര്യം മനോജ് എബ്രഹാം സാറ് ഒരു റാൻസം വെയർ സ്കൂൾ എന്ന് പറഞ്ഞൊരു സംവിധാനം തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ പറയുന്ന ഒരു ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, അങ്ങനെ 3 സ്റ്റേജിലായിട്ട് നമ്മളിത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജാണ് നമ്മൾ നേരത്തെ കണ്ട റാൻസം വെയറിൻ്റെ വാനാക്രൈ എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം. രണ്ടാമത് വരുന്ന സംവിധാനമാണ് നമ്മുടെ ഇപ്പോൾ കണ്ട മൊബൈൽ ആപ്ലിക്കേഷൻസിൽ വരുന്ന റാൻസം വെയർ. ഇനി അടുത്ത സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലോകമെമ്പാടും ഈ രാജ്യത്ത് പെടുന്ന വൻ ഭീഷണി മുഴുകുന്ന ഒരു സംവിധാനം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വാനക്രൈ വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളെ വിനോദ് ഭട്ടതിരിപ്പാട് സാർ പറഞ്ഞ മാതിരിയും, അല്ലെങ്കിൽ നമ്മൾ ഷിയാസ് പറഞ്ഞ മാതിരിയും നമ്മൾ ഡിജിറ്റൽ ലോകത്താണ്. അപ്പോൾ ഡിജിറ്റൽ ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മളാണ് ഒരു കെയർ എടുക്കേണ്ടത്. ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ അവയർനെസ് കൊടുക്കുക. സൈബർ ഡോം മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. 24/7 ഞങ്ങൾ ഒരു ഗ്രൂപ്പോടെ ഇരുന്നിട്ട് വർക്ക് ചെയ്യുകയാണ്. അവിടെ ഇരുന്നിട്ട് എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം, എക്സ്പെർട്ട് ചെയ്യാം, എന്തും ചെയ്യാം.
റൈറ്റ്. ഷിയാസ്, ഇതിൽ ഒരു കാര്യം അവസാനമായി, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ന് ഗവൺമെന്റ് വെബ്കാസ്റ്റിംഗ് ഇക്കാര്യത്തിൽ നടത്തിയിരുന്നല്ലോ, CRT, ദ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. പക്ഷേ വളരെ അലർട്ടായി തന്നെ ഇതിനെതിരായ ഒരു പ്രവർത്തനം വളരെ ഫലപ്രദമായി നടക്കുന്നുണ്ട് എന്നതും വളരെ പോസിറ്റീവായി കാണേണ്ടതല്ലേ? ഇപ്പോൾ സൈബർ ഡോം ചെയ്യുന്നു, ഈ പറഞ്ഞ പോലെ CRT ഇന്ന് 11 മണിക്ക് വെബ്കാസ്റ്റിംഗ് ഉണ്ടായിരുന്നു, പൊതുജനങ്ങളോട് ഈ കാര്യങ്ങൾ അറിയിച്ചു. പക്ഷേ നമ്മൾ ചെയ്യാനുള്ളത് ഈ പറഞ്ഞല്ലോ, ഇപ്പോൾ ദൂരവ്യാപകമായുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത്. ഇന്ന് ഇപ്പോൾ നടന്നു, നമ്മൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തു, നാളെ ഇത് വിട്ട് നമ്മൾ പോകുന്നു, വീണ്ടും പൈറേറ്റഡ് സോഫ്റ്റ്വെയറിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അപ്ഡേഷൻസ് ഓഫാക്കി ഇടുന്ന ഒറിജിനൽ സോഫ്റ്റ്വെയർ തന്നെയും പ്രശ്നക്കാരനാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മനോജ് എബ്രഹാം പറഞ്ഞതല്ല, ഈ സർക്കാർ ഓഫീസുകൾ വരുന്നൊരു വലിയ പ്രശ്നവും പരിഗണിക്കുന്നു ചെയ്യുന്നു ഒന്നും ഉണ്ടാവില്ല. അതെ. അപ്പോൾ ഈ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, അതായത് ഒരു 5-6 കമ്പ്യൂട്ടറുള്ള സ്ഥലത്ത് പോലും ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നതിന് വലിയ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം നമ്മൾ കേരളം അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള രാജ്യം മുന്നോട്ട് പോകാൻ. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ കറൻസി അല്ലെങ്കിൽ ഈ വാലറ്റിലേക്കൊക്കെ പോകുന്ന അല്ലെങ്കിൽ അത്രയും ഡെവലപ്മെൻറ്റിലേക്ക് നമ്മൾ വികസനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ പ്ലാറ്റ്ഫോം അത് എവിടെയാണ് നിൽക്കുന്നത്, അത് ഉറച്ചിരിക്കണം. അത് ഹെൽമെറ്റ് ഇല്ലാതെ നമ്മൾ യാത്ര ചെയ്യുന്നത് പോലെയാണ് തീർച്ചയായും ഈ പൈറേറ്റഡ് സോഫ്റ്റ്വെയറിൽ നമ്മുടെ മീൻസ് ആക്ടിവിറ്റീസ് എന്നുള്ളതാണ് തീർച്ച. അപ്പം അതെപ്പോൾ വേണമെങ്കിലും നമുക്ക് ഹെൽമെറ്റ് ഇല്ലാതെ സഞ്ചരിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും അപകടത്തിൽപ്പെടാം, നമുക്ക് മരണം സംഭവിക്കുക എന്നുള്ളതുപോലെ തന്നെ ഇതും അങ്ങനെയാണ്, സംഭവ്യമാണ്. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞ് ഞാൻ നിർത്താം. അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന ആൻഡ്രോയിഡ് ഫോൺസ്, അത് വലിയൊരു നമ്മൾ കോംപ്രമൈസ് ചെയ്യപ്പെടുന്ന ഒരു OS ആണ്. എല്ലാവരും ഫോർ എക്സാമ്പിൾ നമ്മൾ ചെറിയൊരു അലാമിനുള്ളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ അവിടെ വരുന്ന പെർമിഷൻസ്, നമ്മൾ കൊടുക്കുന്ന എല്ലാ പെർമിഷൻസും നമ്മൾ ടിക്ക് ചെയ്ത് വിടും. അതായത് അതെ, നമ്മുടെ കോൾ ലിസ്റ്റ് അല്ലെങ്കിൽ ഫോണിൽ കോൺടാക്ട്സ് എല്ലാം നമ്മൾ അഗ്രി ചെയ്യണം, ഒന്നും നോക്കുന്നില്ല. അപ്പോൾ ആ ചെറിയ ഒരു ടൈം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വയം, അതായത് നമ്മുടെ ഡേറ്റ സെക്യൂരിറ്റിയോട് നമ്മൾ ചെയ്തൊരു കോംപ്രമൈസാണ്. ഭാവിയിൽ മൊബൈൽ സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനെയുള്ള ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ഹാൻഡ് ഹെൽഡ് ഡിവൈസ് അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു പ്രശ്നം തീർച്ചയായും ഇത് തന്നെയായിരിക്കും. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായും ഈ രീതിയിലുള്ള മുൻകരുതലുകൾ എടുക്കണം. അതിന് സൈബർ ഡോമിനെ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. ജനങ്ങളെ അവെയറാക്കുക, പ്രധാന IT സ്കൂൾ ചെയ്യുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ പൊതുമേഖലയിൽ വ്യാപിപ്പിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ഈ ഒരു നല്ല നെറ്റിസൺസ് ആയിട്ട് മാറാൻ നമുക്ക് കഴിയും. തീർച്ചയായിട്ടും ഡിജിറ്റൽ വേൾഡിൽ കേരളം സുരക്ഷിതമായിരിക്കാൻ സൈബർ ഡോമിനെ പോലുള്ള സ്ഥാപനങ്ങൾക്കും നമ്മുടെ ഓരോരുത്തർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റി എല്ലാവരും ഏറ്റെടുക്കണമെന്നുള്ളതാണ് പറയാനുള്ളത്. അവസാനമായി ഡോക്ടർ വിനോദ് ഭട്ടതിരിപ്പാട്, ഇക്കാര്യത്തിൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന കാര്യത്തിൽ ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസുകൾ ഈ രൂപത്തിൽ ഹാക്ക് ചെയ്യപ്പെടുന്നു, അതൊരു സാഹചര്യം, സെക്രട്ടേറിയറ്റ് അടക്കം ഭയപ്പെടേണ്ടതില്ല എന്ന് സർക്കാരിൻ്റെ തന്നെ ഒരു വിലയിരുത്തൽ നിൽക്കും. പക്ഷേ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ സർക്കാർ കുറെ കൂടി ഗൗരവത്തോടെ സമീപിക്കേണ്ട ഒരു പാഠം ഈ സംഭവം നൽകുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, വ്യക്തി എന്ന നിലയിൽ താങ്കൾ ആദ്യം മുതൽ തന്നെ വളരെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, മുൻകരുതൽ എന്ന രൂപത്തിൽ തന്നെ. ഇപ്പോൾ ഈ കറൻസിലെസ് എക്കണോമിയുടെ ഒരു കാലത്ത് ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ഏറ്റവും സജീവമായി നിൽക്കുന്നു. അതും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അപകടത്തിലേക്ക് ചെന്ന് ചാടാവുന്നതാണോ? അതുപോലെ തന്നെ ഈ ഔദ്യോഗിക ഇമെയിലുകൾ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയുന്ന തരത്തിലുള്ള വേർതിരിവുകൾ, ബാക്കപ്പ് ചെയ്യുക എല്ലാ ദിവസവും എന്നൊക്കെയുള്ളത് വളരെ കാര്യമായി ആവർത്തിച്ച് നമ്മൾ പറഞ്ഞാണ്. ഈ മേഖലയിൽ കൂടിയുള്ള ഒരു ശ്രദ്ധയും കരുതലും ആവശ്യമാണോ? യാതൊരു സംശയമില്ല, ആവശ്യമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ പോയിൻറ്സും ആവശ്യമാണ് എന്ന് മാത്രമല്ല, ഒരുപാട് കൂടുതൽ പോയിൻറ്റ്സ് ഇതേപോലെ നമുക്ക് പറയാൻ പറ്റും. എല്ലാം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിക്കുമ്പോൾ അത് കഴിഞ്ഞാൽ ബൈക്കിൻ്റെ ലൈസൻസ് എടുക്കുമ്പോഴൊക്കെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. അതുപോലെ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ലൈസൻസ് കിട്ടിയിട്ടാണ് നമുക്ക് ബൈക്ക്
നമ്മൾ സാധാരണ ബൈക്ക് ഓടിക്കുക, അതല്ലാതെ ചെയ്യണ ചില പിള്ളേരൊക്കെ കാണും, ഇല്ല എന്നല്ല. അതിനനുസരിച്ച് അവർക്ക് ആക്സിഡൻറ്റും പറ്റും, അവർ അപകടത്തിൽ പെടും, അവർ പല പ്രശ്നങ്ങളും വരും. അതേപോലെ കണ്ടാൽ മതി. ഒരു 10,000 രൂപയോ 15,000 രൂപയോ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു മൊബൈൽ വാങ്ങാം. 20,000 30,000 40,000 ഉണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ വാങ്ങാം. ഈ കമ്പ്യൂട്ടർ മേടിച്ച് ഇൻ്റർനെറ്റ് കണക്ഷൻ എടുത്ത് പിന്നെ എന്തും ചെയ്യാം. ഏത് വെബ്സൈറ്റിലും പോയി എന്തും ഡൗൺലോഡ് ചെയ്യാം, എന്തും റൺ ചെയ്യാം, എന്തും ഇൻസ്റ്റാൾ ചെയ്യാം, ഏത് ഇമെയിലും തുറക്കാം, ആർക്ക് വേണമെങ്കിൽ ഇമെയിൽ അയക്കാം, ആർക്ക് വേണമെങ്കിൽ എന്ത് ചാറ്റും ചെയ്യാം എന്ന തരത്തിൽ ഫ്രീക്കായിട്ട് നടക്കുന്ന, ഫ്രീക്കായിട്ട് തിങ്ക് ചെയ്യുന്ന, പിന്നെ നമുക്ക് ഫ്രീക്കന്മാർ എന്ന നിലയ്ക്ക് തന്നെ ഇൻ്റർനെറ്റിൽ കളിക്കുന്ന, അതുപോലെ അങ്ങനെയൊക്കെ കളിക്കുന്ന, എനിക്കിതിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ എനിക്കതൊന്നും അറിയില്ല, ഇതൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കൈ മലർത്തുന്ന ആളുകൾക്കാണ് പലപ്പോഴും ഇത് സംഭവിക്കുക. ഈ ഇമെയിലുകൾ, ഫോർ എക്സാമ്പിൾ, ഓരോ ഇമെയിലും അതിനെയും സംശയദൃഷ്ടിയോട് കൂടി ഇത് ഓപ്പൺ ചെയ്യണോ, ഇത് തനിക്കുള്ളതാണോ, അതോ വെറുതെ അയച്ചതാണോ, വേണ്ട ഇത് ഓപ്പൺ ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഓരോ ഇമെയിലും ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഈ ഒരു പ്രശ്നം വരികയില്ല, വോണക്രൈയുടെ പ്രശ്നം വരികയില്ല. ഇപ്പോൾ പിന്നെ വയനാട്ടിലെ ആ പഞ്ചായത്ത് ഓഫീസിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ ഇമെയിൽ സിസ്റ്റം ഓപ്പൺ ചെയ്തിട്ട് എല്ലാ ഇമെയിലും തുറന്ന് എല്ലാ അറ്റാച്ച്മെൻറ്റും ക്ലിക്ക് ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ ദോഷം കൊണ്ട് വന്നതാണത്. തീർച്ചയായും തരിയോട് തന്നെ അതിൻ്റെ യഥാർത്ഥ കാരണവും ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ നിന്ന് വർഗീസ് കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു അശ്ലീല സൈറ്റുകളെക്കുറിച്ച്. നമ്മുടെ സമയം അവസാനിക്കുന്നത് കൊണ്ട് അതിൽ കൂടുതലൊന്നും പറയാതെ തന്നെ പ്രേക്ഷകർക്ക് ആ പറയുന്നതിൻ്റെ ഗൗരവത്തിലേക്ക് പോകാനാകും എന്ന് നല്ല ബോധ്യമുള്ളത്. ഏതായാലും ഫ്രീക്കന്മാരെ, ഇൻ്റർനെറ്റ് ഫ്രീക്കന്മാരെ ഹാക്കർമാർ നോട്ടമിടും എന്ന് യാതൊരു സംശയവും വേണ്ട, സംഭവിക്കും. പക്ഷേ ആ ഫ്രീക്കന്മാരുടെ കൂട്ടത്തിൽ സർക്കാർ ഓഫീസുകൾ ഉണ്ടോ എന്നതാണ് ഈ പഞ്ചായത്ത് ഓഫീസുകൾ പെട്ടുപോയപ്പോൾ തോന്നിയ ഗൗരവതരമായ, കൗതുകകരമായ ഒരു പ്രധാനപ്പെട്ട സംശയം, ചോദ്യം. അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന കാര്യത്തിൽ സർക്കാർ, സൈബർ ഡോം, നമ്മുടെ സംവിധാനങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി ഇടപെടേണ്ട ഒരു കാലത്തിലേക്ക്, ഒപ്പം വ്യക്തികൾ വളരെ കരുതലോടെ ഈ സംവിധാനത്തെ ഉപയോഗിക്കണം എന്ന ഗൗരവതരമായ നിരീക്ഷണമാണ് ഈ രംഗത്തെ പ്രമുഖരായ ഡോക്ടർ വിനോദ് ഭട്ടതിരിപ്പാടായാലും ഒപ്പം തന്നെ ശ്രീ വർഗീസ് ആയാലും സെയ്ദ് ഷിയാസ് മിർസയായാലും പ്രൈം ഡിബേറ്റിലൂടെ പങ്കുവച്ചത്. വളരെയധികം നന്ദി. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.